നമസ്കാരം. അർണോൾഡ് ഷ്വാസ്നഗർ ജീവിത വിജയത്തിൻ്റെ പര്യായം, ചാപ്റ്റർ 4, മിസ്റ്റർ യൂണിവേഴ്സ്. മ്യൂണിക്കിലെ ജിംനേഷ്യത്തിൽ ചീഫ് കോച്ചായിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടി. മിലിറ്ററിയിൽ നിന്ന് സ്പെഷ്യൽ സാങ്ഷൻ വാങ്ങിച്ച് റിലീവ് ചെയ്യപ്പെട്ടു. അതിനുശേഷം യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം ഫ്രെഡി ഗസ്റ്റർ എന്ന അദ്ദേഹത്തിൻ്റെ പഴയ ജിമ്മേറ്റ് കാൾ ഗസ്റ്ററുടെ പിതാവ്, അദ്ദേഹം ആ കാലത്ത് ഇദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് നല്ല ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്ന ഒരു മനുഷ്യനാണ്. അറിയപ്പെടുന്ന ഒരു ബിസിനസ്മാനും പൊളിറ്റീഷ്യനുമാണ്. അദ്ദേഹത്തെ പോയി കണ്ടു, യാത്ര പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എന്തെങ്കിലും കാരണവശാൽ നിനക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ, എന്തെങ്കിലും കാരണവശാൽ നിനക്കവിടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ ധൈര്യമായിട്ട് തിരിച്ചു പോവാ. ഇവിടെ നിനക്ക് ഞാൻ വിചാരിച്ചാൽ എപ്പോഴും ഒരു ജോലി ശരിയാക്കി തരാൻ പറ്റും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അങ്ങനെ വെറും ഒരു ജോലിയല്ല. ജീവിതത്തിൻ്റെ അങ്ങേയറ്റം, അതായത് ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്നതിൻ്റെ അങ്ങേയറ്റം ചെയ്യുക, ഏറ്റവും ടോപ്പിലെത്തുക. അതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് US-ലെത്തണം. അപ്പോൾ ഈ ഗ്രാസ് സിറ്റിയിൽ നിന്ന് ഒരു 350 കിലോമീറ്റർ മാത്രം അകലെയുള്ള മ്യൂണിക്കിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര അദ്ദേഹം കണക്കാക്കുന്നത് US-ലേക്കുള്ള യാത്രയുടെ തുടക്കം. ഇനി ഒരിക്കലും ഇവിടേക്കൊരു മടങ്ങി വരവില്ല. അവിടെ നിന്ന് കൂടുതൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഇത്തരം ഒരു ലക്ഷ്യത്തിലാണ് യാത്ര തുടങ്ങുന്നത് മ്യൂണിക്കിലേക്ക്. മ്യൂണിക്കാണെങ്കിൽ ആ കാലത്ത്, അതായത് 1960 ശേഷം, അതിനുശേഷം ലോകരാജ്യങ്ങൾ ജർമ്മനിയെ അംഗീകരിച്ചു തുടങ്ങിയത് ആ കാലഘട്ടത്തിലാണ്. ജർമ്മനിയെ അവരാണല്ലോ 2ാം ലോക മഹായുദ്ധം തുടങ്ങി വയ്ക്കുന്നത്. ഒരകലത്തിൽ നിർത്തിയിരുന്നു. ആ കാലഘട്ടമൊക്കെ മാറി തുടങ്ങി. അങ്ങനെ 1972 ഒളിമ്പിക്സും 74 വേൾഡ് കപ്പ് ഫുട്ബോളും മ്യൂണിക്കിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മ്യൂണിക്കിൽ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആവശ്യമുണ്ട്. പുതിയ സ്റ്റേഡിയങ്ങൾ വരണം, കളിസ്ഥലങ്ങൾ വരണം. അത്തരം പല കാര്യങ്ങളും അവിടെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്രയും വലിയ ഒരു 2 മത്സരങ്ങൾ അവിടെ നടക്കുമ്പോൾ അതിനനുസരിച്ച് ഈ ജിംനേഷ്യമൊക്കെ നല്ല ഉഷാറായിരിക്കണം. നിങ്ങൾ വിചാരിക്കുക, ഈ സ്പോർട്സിൽ ഇപ്പം ജിംനേഷ്യത്തിന് വലിയ പ്രാധാന്യം ഇല്ലല്ലോ. വെയിറ്റ് ലിഫ്റ്റിങ്ങിനും പവർ ലിഫ്റ്റിങ്ങും മാത്രമല്ലല്ലോ ഒളിമ്പിക്സിലൊക്കെ ഉള്ളത്. ഫുട്ബോൾ ലോകകപ്പിന് എന്തിനാ ജിംനേഷ്യം എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. അങ്ങനെയല്ല. പല സ്പോർട്സ് മേഖലയിലുള്ളവർ അവരുടെ ബോഡി സ്ട്രെങ്ത് കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് വെയിറ്റ് ട്രെയിനിങ് ചെയ്യാറുണ്ട്. അവർ ബോഡി ബിൽഡേഴ്സും പവർ ലിഫ്റ്റേഴ്സും ഒക്കെ ചെയ്യുന്ന പോലെ ഹെവി വെയിറ്റുകളൊന്നും എടുക്കാറില്ല. ലൈറ്റ് വെയിറ്റ് എടുത്ത് അവരുടെ സ്റ്റാമിനയും ബോഡി സ്ട്രെങ്ത്തും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. സോ ജിംനേഷ്യങ്ങളിൽ തിരക്ക് കൂടി വരുന്ന സമയമാണ്. ഈ മ്യൂണിക് സിറ്റിയിലാണെങ്കിൽ ആ സമയത്ത് പ്രധാനമായിട്ടും 2 ജിംനേഷ്യങ്ങളാണുള്ളത്. അതിലൊന്ന് വളരെ വലുതും വളരെ ഫേമസുമാണ്. കാരണം അതിൻ്റെ ഓണർ കം അവിടുത്തെ ചീഫ് കോച്ച് എന്ന് പറയുന്നത് മുൻ മിസ്റ്റർ ജർമ്മനിയും പിന്നീട് മിസ്റ്റർ യൂറോപ്പും ആയി തീർന്ന റെയിൻഹർഡ് മൊലാനിയ എന്ന മനുഷ്യനായിരുന്നു. സ്വാഭാവികമായിട്ടും ആ ജിംനേഷ്യത്തിൽ കൂടുതൽ ആൾക്കാർ പോകും. കാരണം അവിടെ നല്ല കോച്ചിങ് ഉണ്ട്, നല്ല സൗകര്യങ്ങളുണ്ട്. മറ്റേ ജിംനേഷ്യം നടത്തിയിരുന്നത് ഒരു ബിസിനസ്മാനാണ്. അയാൾക്ക് ഫിസിക്കൽ വർക്കൗട്ടിനെ കുറിച്ച് വലിയ പിടിയൊന്നുമില്ല. ഒപ്പം ആ ജിംനേഷ്യത്തിൻ്റെ അടുത്ത് ഒരു സ്പോർട്സ് മാഗസിൻ്റെ ഓഫീസുണ്ട്. അവിടുത്തെ എഡിറ്ററാണ് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത്, ഇവിടെ നമുക്ക് നല്ലൊരു കോച്ചിനെ വയ്ക്കുകയാണെങ്കിൽ ഈ ജിമ്മും നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. അപ്പം അങ്ങനെ ഒരു നല്ല കോച്ചിനെ അന്വേഷിക്കുമ്പോഴാണ് ഈ ചെറുപ്രായത്തിലെ മിസ്റ്റർ ജൂനിയർ യൂറോപ്പ് പട്ടം നേടിയ അർണോൾഡിനെ കുറിച്ച് ഈ സ്പോർട്സ് മാഗസിൻ്റെ എഡിറ്റർ ആൽബർട്ട് എന്ന് പറയുന്ന എന്നാണ് അയാളുടെ പേര്, അദ്ദേഹം ഈ ജിംനേഷ്യത്തിൻ്റെ ഓണർ റോൾഫ് എന്ന വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയാണ് അർണോൾഡിന് ഇങ്ങോട്ടുള്ള ക്ഷണം കിട്ടുന്നത്. അർണോൾഡ് അവിടെ എത്തി. റെയിൽവേ സ്റ്റേഷനിൽ ഒരു ജർമ്മൻ ബോഡി ബിൽഡർ, അദ്ദേഹത്തെ പോലെ തന്നെ അധികം പ്രായമൊന്നുമില്ല, ഫ്രാൻസ് ഡിഷിങ്കർ, അദ്ദേഹം അർണോൾഡ് മുമ്പ് പങ്കെടുത്ത മിസ്റ്റർ ജൂനിയർ യൂറോപ്പ് കോമ്പറ്റീഷനിൽ റണ്ണറപ്പ് ആയിരുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് വെച്ച് തന്നെ അർണോൾഡിനെ പരിചയപ്പെട്ടിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവർ കണ്ടുമുട്ടി. അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു കാറിൽ അവർ ജിംനേഷ്യത്തിലെത്തി. ജിംനേഷ്യത്തിൽ വെച്ച് ഈ റോൾഫ് എന്ന മനുഷ്യനെ പരിചയപ്പെട്ടു.
ഒറ്റ നോട്ടത്തിൽ തന്നെ അർണോൾഡിന് മനസ്സിലായി ജിംനേഷ്യമൊക്കെ നടത്തുന്ന ആളാണെങ്കിലും സ്വന്തം ആരോഗ്യകാര്യത്തിൽ യാതൊരു ശ്രദ്ധയില്ലാത്തൊരു മനുഷ്യനാണ്. ഒരു പൊണ്ണത്തടിയൻ, കുടവയറും ചാടിയ കവിളും ഒക്കെ ആയിട്ടുള്ള ഒരു മനുഷ്യൻ. ആ ജിംനേഷ്യത്തിൽ തന്നെ ഒരു റൂം അർണോൾഡിന് താമസിക്കാൻ വിട്ടുകൊടുത്തു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ മനസ്സിലായി ജിമ്മിൻ്റെ ഓണർക്ക് ശാരീരിക ആരോഗ്യം മാത്രമല്ല മാനസിക ആരോഗ്യവും കുറവാണെന്ന് മനസ്സിലായി. കാരണം അയാളൊരു ഗേ സ്വഭാവമുള്ള ആളാണ്. ഒരു ദിവസം രാത്രി ആ രീതിയിൽ അയാൾ അർണോൾഡിനെ അപ്രോച്ച് ചെയ്തു. അർണോൾഡ് അപ്പം തന്നെ അവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങി നേരെ ആൽബർട്ടിൻ്റെ അടുത്തെത്തി. ആൽബർട്ട് ഇയാളെ വിളിപ്പിച്ചു. അവിടെ വെച്ച് കുറേ ക്ഷമയൊക്കെ പറഞ്ഞു. അർണോൾഡ് പറഞ്ഞു, ഇനി എന്തായാലും ഞാൻ അവിടെ താമസിക്കാൻ തിരിച്ചു പോവില്ല, ജോലി ചെയ്യാം, പകല് മാത്രം, രാത്രിയിൽ അവിടെ താമസമില്ല. പിന്നീട് ആൽബർട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിനോട് അടുത്തുള്ള ഒരു റൂമിൽ താമസ സൗകര്യം ഒരുക്കി കൊടുത്തു. അങ്ങനെ അവിടെ താമസിച്ചുകൊണ്ട് ജിമ്മിൽ ജോലിക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് മാറി. ജിമ്മിലെ ജോലി പിന്നെ അദ്ദേഹത്തിന് അത്ര പ്രയാസമുള്ളതായിരുന്നില്ല. കാരണം മിലിറ്ററി ക്യാമ്പിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് അവിടെ വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസേഴ്സും ബാക്കി കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഒപ്പം വർക്കൗട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഓൾറെഡി ജിമ്മിൽ പോയി എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അവർക്ക് ട്രെയിനിങ് കൊടുത്തിരുന്നു. അതുകൊണ്ട് അവിടെ ജിമ്മിൽ വരുന്നവർക്ക് ട്രെയിനിങ് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമേ ആയിരുന്നില്ല. അത് അർണോൾഡ് വളരെ കൂളായിട്ട് ചെയ്തു. ഒപ്പം അദ്ദേഹവും 2 നേരം ട്രെയിൻ ചെയ്യും. രാവിലെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നതിന് മുമ്പ് ഒരു സെഷനും, രാത്രി എല്ലാവരും ഒക്കെ പോയി കഴിഞ്ഞ് ഒരു 7-8 മണിയൊക്കെ ആവുന്ന സമയത്ത് വീണ്ടും ഒരു 2 മണിക്കൂർ, അങ്ങനെ ദിവസം 4 മണിക്കൂർ അദ്ദേഹവും വർക്കൗട്ട് ചെയ്തിരുന്നു. പിന്നെ ആ ജിംനേഷ്യത്തിൽ വർക്കൗട്ട് ചെയ്യാൻ പോയപ്പോൾ ഉണ്ടായ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഗ്രാസിലെ ജിംനേഷ്യം എന്ന് പറഞ്ഞാൽ അവിടെ മുഴുവൻ ഫ്രീ വെയിറ്റുകളാണ്. ബാർബെല്ലും ഡമ്പലും അതിലിടാവുന്ന വെയിറ്റ് പ്ലേറ്റുകളും ഒക്കെയാണ് അവിടെ ഉള്ളത്. അത്തരം വെയിറ്റ് എടുക്കുന്നത് നമ്മുടെ ബോഡി സ്ട്രെങ്ത് കൂട്ടും വളരെയധികം. അതേസമയം ഈ മസിലിന് കറക്റ്റ് ഷേപ്പ് വരണമെങ്കിൽ, മസിൽസ് വലുതാവുന്നതിനോടൊപ്പം ഓരോരോ മസിൽസും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കാണിക്കണം. അപ്പോഴേ കോമ്പറ്റീഷൻസിൽ ശരിക്കും അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അത്തരം ഷേപ്പ് വരണമെങ്കിൽ മെഷീനിൽ ട്രെയിൻ ചെയ്യണം. അപ്പോൾ ശരിക്കും നല്ലൊരു ബോഡി ബിൽഡർ അല്ലെങ്കിൽ അത്തരം കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കുന്ന ആളെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും വേണം. ഫ്രീ വെയിറ്റും വേണം, മെഷീനും വേണം. ഏതെങ്കിലും ഒന്ന് മാത്രം ഉപയോഗിക്കുന്നത് മണ്ടത്തരമാണ്. അപ്പോൾ ഇത് രണ്ടും ഇവിടെ അദ്ദേഹത്തിന് കിട്ടി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ബോഡി ഒന്നുകൂടി ഡെവലപ്പായി വന്നു. ജിമ്മ് നല്ലപോലെ പബ്ലിസിറ്റിയും കൊടുക്കുന്നുണ്ട്. 18 വയസ്സിന് താഴെ പ്രായത്തിൽ മിസ്റ്റർ ജൂനിയർ യൂറോപ്പ് പട്ടം കിട്ടിയ അർണോൾഡാണ് ഇവിടുത്തെ ചീഫ് കോച്ച് എന്നുള്ള രീതിയിലുള്ള ഒരു പരസ്യമൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. അതിനനുസരിച്ച് ജിംനേഷ്യത്തിൽ തിരക്കുകളൊക്കെ കൂടി തുടങ്ങി. നാട്ടുകാർ കൂടാതെ ഈ പല രാജ്യങ്ങളും നമ്മുടെ ഈ കൺസ്ട്രക്ഷൻ വർക്കിനൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല ആൾക്കാരും ജിമ്മിൽ വന്നു തുടങ്ങി. ജിമ്മിലെ വരുമാനം കൂടി. അപ്പോൾ മുതലാളിക്ക് അയാളുടെ ഇഷ്ടത്തിനൊന്നും ഒത്ത് അർണോൾഡ് നിന്നില്ലെങ്കിലും പറഞ്ഞുവിടാൻ പറ്റൂല. പറഞ്ഞു വിട്ടാൽ പോയി, ബിസിനസ് പോയി. അതുകൊണ്ട് മാത്രം പിന്നെ മുതലാളി വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കാതെ അവിടെ നിന്നു. കാരണം എന്തെങ്കിലും ഇനി അത്ര ഒരു അപ്രോച്ച് ഉണ്ടായാൽ അർണോൾഡ് ഇറങ്ങിപ്പോകും. കാരണം അതിനിടയിൽ മറ്റൊരു സംഭവം ഉണ്ടായി. മറ്റേ ജിംനേഷ്യത്തിൻ്റെ ഓണർ സ്മൊലാനയുമായിട്ട് അർണോൾഡ് പരിചയപ്പെട്ടു. അപ്പോൾ അദ്ദേഹമാണെങ്കിൽ ബോഡി ബിൽഡിങ്, അദ്ദേഹം ഓൾറെഡി ബോഡി ബിൽഡറാണ്, പല ടൈറ്റിൽസും കിട്ടിയ ആളാണ്. യങ് ബോഡി ബിൽഡേഴ്സിനെ വളരെയധികം എൻകറേജ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിനക്ക് ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നീ എൻ്റെ ജിമ്മിൽ വാ, നിനക്ക് അവിടെ എന്തിനേക്കാൾ നല്ല ശമ്പളത്തിൽ ഞാൻ ജോലി തരാം. പക്ഷെ ക്ഷണിച്ച് വരുത്തിയത് ഇയാളായതുകൊണ്ട് മാത്രം അതിനോടങ്ങോട്ട് ജോലിക്കായിട്ട് പോയില്ല. മാത്രമല്ല ഇവിടെ ആകുമ്പം ജിമ്മിൽ അർണോൾഡിൻ്റെ സർവാധിപത്യമാണ്. അവിടെ എന്തായാലും ജിമ്മിൽ ഇദ്ദേഹത്തെക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് സ്മൊലാന. അതുകൊണ്ട് അങ്ങോട്ട് ജോലിക്ക് പോയില്ല. എന്നാലും ഇവരിടയ്ക്ക് ഒന്നിച്ച് വർക്കൗട്ട് ചെയ്യും. അപ്പം മുതലാളിക്ക് അറിയാം ഇനി ഇവിടെ നിന്ന് വിട്ടാൽ ഇവൻ നേരെ അവിടെ എത്തും. അതുകൊണ്ട് ഇവനെ കൂടുതൽ പിണക്കാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു ന്യൂട്രൽ അപ്രോച്ചിൽ അവർ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. ഈ കാലഘട്ടത്തിൽ പരിചയപ്പെട്ട ഒരു മനുഷ്യനാണ് ഫ്രാങ്കോ കൊളു. മ്യൂണിക്കിൽ വെച്ച് ആണ് അദ്ദേഹം പരിചയപ്പെടുന്നത്. അദ്ദേഹം ഇറ്റലിക്കാരനാണ്. പക്ഷെ ആ പരിചയം 2019 ഫ്രാങ്കോ മരിക്കുന്നത് വരെയും തുടർന്നു. അവരത്രയും ക്ലോസായി. അവരൊന്നിച്ച് ഒരുപാട് വർക്കൗട്ട് ചെയ്തു. ഈ ഫ്രാങ്കോയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ അത്ഭുതകരമായ കപ്പാസിറ്റി ഉള്ള ഒരു മനുഷ്യനാണ്. ഇറ്റലിയിലെ ഒരു ദരിദ്ര കുടുംബത്തിലാണ് ജനനം.
13-ാമത്തെ വയസ്സിൽ ദാരിദ്ര്യം കാരണം പഠനം നിർത്തേണ്ടി വന്നു. പിന്നീട് അദ്ദേഹം അവരുടെ വീട്ടിൽ മറ്റേ കുടുംബത്തിൻ്റെ തന്നെ ഒരു ചെറിയ ആട് ഫാമുണ്ട്, അവിടെ ജോലി ചെയ്യായിരുന്നു. അവിടെ അടുത്തുള്ള ചില ആൾക്കാരുടെ കയ്യിൽ നിന്ന് ബോക്സിംഗ് പഠിച്ചു. ബോക്സിംഗ് പഠിച്ചതിന് ശേഷം അദ്ദേഹം അവിടെ ലോക്കലായിട്ടുള്ള ബോക്സിംഗ് മത്സരങ്ങളിലെല്ലാം പങ്കെടുക്കാൻ തുടങ്ങി. ഏകദേശം 30ഓളം മത്സരങ്ങളിൽ അദ്ദേഹം ജയിച്ചു. ലോക്കൽ, അതായത് ഇന്റർനാഷണൽ ലെവലൊന്നും പോകാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല, സാമ്പത്തികമില്ല. ആ സമയത്താണ് ഈ മ്യൂണിക്കിൽ ഒരുപാട് ഇങ്ങനെ കൺസ്ട്രക്ഷൻ വർക്കിനും ഒക്കെ ആൾക്കാരെ വേണം എന്നുള്ള അറിയിപ്പ് കാണുന്നതും അദ്ദേഹം മ്യൂണിക്കിലേക്ക് വരുന്നതും. അവിടെ മേസണറി വർക്ക്, കെട്ടുപണിക്കാരൻ്റെ ജോലിയുമായിട്ട് കഴിഞ്ഞു കൂടുന്ന സമയത്താണ് ജിംനേഷ്യത്തിൽ വന്ന് അർണോൾഡിനെ പരിചയപ്പെടുന്നു. പിന്നീട് അവർ ഒന്നിച്ച് ട്രെയിനിങ് തുടങ്ങി. അപ്പോൾ ഈ ഫ്രാങ്കോയുടെ പവർ എന്ന് പറയുന്നത്, ശരീരശക്തി എന്ന് പറയുന്നത് മറ്റുള്ളവരെയൊക്കെ ഞെട്ടിക്കുന്ന രീതിയിലാണ്. ആകെ അദ്ദേഹത്തിൻ്റെ പൊക്കം 5 അടി 5 ഇഞ്ച്, വെയിറ്റ് 85 കിലോഗ്രാം. ഈ മനുഷ്യൻ പൊക്കുന്ന വെയിറ്റാണ് രസകരം. ബെഞ്ച് പ്രസ്, പവർ ലിഫ്റ്റിങ്ങിൻ്റെ ഒരു ഇനമാണ് ബെഞ്ച് പ്രസ്, 238 കിലോഗ്രാം. സ്ക്വാറ്റ് അടുത്ത ഇനം 297 കിലോഗ്രാം. മൂന്നാമത്തെ ഇനം ഡെഡ് ലിഫ്റ്റ് 340 കിലോഗ്രാം. അർണോൾഡിനൊപ്പം പ്രാക്ടീസ്, അർണോൾഡ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെക്കാൾ വളരെ വലിയ ശരീരമുള്ള ആളാണ്. 6 അടി 2 ഇഞ്ച് പൊക്കവും 110 കിലോഗ്രാം ശരീരഭാരവുമുള്ള അർണോൾഡ് ബെഞ്ച് പ്രസ് ഇദ്ദേഹത്തിൻ്റെ ഒപ്പമാണ് പൊക്കുക, 238 കിലോഗ്രാം. സ്ക്വാറ്റ് 247 കിലോഗ്രാമും ഡെഡ് ലിഫ്റ്റ് 315 കിലോഗ്രാമും. സോ അർണോൾഡിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ ചെറിയ മനുഷ്യൻ. അർണോൾഡിൻ്റെ ശരീരം വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയൊരു ശരീരം. അവരുടെ ബോഡി വെയിറ്റ് തന്നെ 25 കിലോഗ്രാം വ്യത്യാസമാണ്. എന്നാലും അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ശരീരത്തിൻ്റെ ഉടമയായിരുന്നു ഫ്രാങ്കോ കോളും. അവരൊന്നിച്ച് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അർണോൾഡിൻ്റെ ഡെവലപ്മെൻറ്റ് കൂടി. കാരണം ഈ മസിൽസ് നല്ല സ്ട്രോങ് ആവാനും വലുതാവാനും ഏറ്റവും നല്ല എക്സസൈസാണ് പവർ ലിഫ്റ്റിംഗ്. ഇപ്പോൾ പവർ ലിഫ്റ്റിംഗ് ഫ്രാങ്കോയ്ക്ക് വളരെ നന്നായിട്ട് അറിയാം. അർണോൾഡിനാണെങ്കിൽ മസിൽസ് എങ്ങനെ ഷേപ്പ് ആക്കണം എന്നുള്ള ട്രെയിനിങ്ങിൻ്റെ കാര്യം വളരെ നന്നായിട്ട് അറിയാം. ഇവരുടെ അറിവുകൾ പരസ്പരം ഷെയർ ചെയ്ത് ട്രെയിൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ രണ്ടാളുടെയും ബോഡി നല്ല രീതിയിൽ ഡെവലപ്പ് ആവാൻ തുടങ്ങി. ഇവരവിടെ ചില സിറ്റിയിലെ റിക്രിയേഷൻ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുത്തിരുന്നു. അതിൽ പ്രധാനമായിട്ടും ഈ മ്യൂണിക് സിറ്റിയുടെ ഒരു പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ബിയർ ഹോൾസ് ആണ്. ബിയർ ഹോൾസിനെ കുറിച്ച് നമ്മൾ മുമ്പൊരു ചാപ്റ്ററിൽ പറഞ്ഞിരുന്നതാണ്. വലിയ ഹാളുകൾ, അവിടെ എന്തെങ്കിലുമൊക്കെ ഈവൻറ്റ്സ് നടക്കും, വരുന്ന ആൾക്കാർക്ക് ബിയറും സ്നാക്സും ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നത് കാണാം. മ്യൂണിക്കിലെ രീതി ഇത്തിരി മാറ്റമുണ്ട്. അവിടെ ഫംഗ്ഷനൊന്നും വേണമെന്നില്ല, ആൾക്കാർ ചുമ്മാ ചെല്ലും, ബിയറടിക്കും, പിന്നെ തല്ലെന്ന് പറഞ്ഞാൽ അത്ര സീരിയസ് അല്ല, ആളെ കൊല്ലാനുള്ള തല്ലലൊന്നുമല്ല, ഒരു തമാശ രീതിയിൽ നമ്മുടെ ഓണത്തല്ലൊക്കെ പോലെ ബിയർ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്നവർക്ക് എന്താ നോക്കണേ, അവനും ചാലഞ്ച് ഏറ്റെടുത്താൽ പിന്നെ അടി. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിൽ 1-2 തവണ ഈ അർണോൾഡ് പോയിട്ടുണ്ട്. അപ്പോൾ ചെല്ലുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുഖം എന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞു കുട്ടികളുടെ മുഖമാണല്ലോ. പ്രായം എത്രയിലായുള്ളൂ, 18 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, 19 വയസ്സ് ആയിട്ടില്ല. ആ സമയത്താണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ കാണുമ്പോൾ പലരും പറയും, നിനക്കെന്താ അവിടെ കാര്യം? അതിന് അദ്ദേഹം രസകരമായ രീതിയിൽ റിയാക്ട് ചെയ്തിരുന്നു. ആദ്യം അദ്ദേഹം ചെയ്യുന്നത് ഷർട്ട് അഴിച്ച് ഇദ്ദേഹത്തിൻ്റെ ബോഡി കാണുന്നതോടെ ചോദിച്ചവൻ്റെ ഗ്യാസ് പകുതി പോകും. ആ സമയത്ത് ഇദ്ദേഹം ഒരടി കഴിഞ്ഞു, അവനവിടെ വീഴും. കാരണം അമ്മ ശരീരശക്തിയുള്ള ഒരാളാണല്ലോ, പ്രായം കുറവാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റവിടെ നല്ല അപ്പുറത്ത് നല്ല മീശയൊക്കെ പിരിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്, പറഞ്ഞിട്ട് കാര്യമില്ല, ഒരടി വേണ്ട, അവർ വീഴും. അങ്ങനെ ഒരു 2-3 തവണ. പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഈ തമാശയും കൊണ്ട് നടന്നാലൊന്നും നമ്മുടെ ലക്ഷ്യം നടക്കില്ല. മാത്രമല്ല അതിനിടയിൽ ഒരു ചെറിയ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട ഒരു സംഭവം ഉണ്ടായി. കേസായില്ലെങ്കിലും പോലീസ് സ്റ്റേഷനിലൊന്ന് കയറേണ്ടി വന്നു. ഇതുപോലെ ഒരാൾ വെല്ലുവിളിച്ചു. അദ്ദേഹം പതിപോലെ ഷർട്ട് ഊരി ഒന്ന് പേടിപ്പിച്ചു. അത് കഴിഞ്ഞ് ഒന്ന് കൊടുത്തത് നെഞ്ച് ഭാഗത്തിനേക്കാണ് അടിച്ചത്. പക്ഷേ അത് അയാളൊന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോൾ ആ അടി കിട്ടിയത് കറക്റ്റ് മുഖത്തിനാണ്. അയാളുടെ പല്ലൊക്കെ പോയി. പല്ല് പോയപ്പോൾ അയാൾ പറഞ്ഞു കോമ്പൻസേഷൻ വേണം, പല്ല് വയ്ക്കാൻ പൈസ കൊടുക്കണം. അർണോൾഡ് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ അങ്ങോട്ട് വന്ന് തല്ലിയല്ലോ, നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വെല്ലുവിളിച്ചല്ലേ, എന്നെ ചാലഞ്ച് ചെയ്താൽ അടി വാങ്ങിച്ചതല്ലേ,
അതിന് പൈസ ഒന്നും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് ലാസ്റ്റ് വലിയ ബഹളമായി. പോലീസ് വന്നു. രണ്ടാമത് സ്റ്റേഷനിൽ കൊണ്ടുപോയി. കൂടെ അവിടെയുള്ള ആൾക്കാരെ കൊണ്ടുപോയി. എല്ലായിടത്തും പോലീസ് കാര്യങ്ങൾ ചോദിച്ചു. എല്ലാവരും അർണോൾഡിൻ്റെ ഭാഗത്തായിരുന്നു. സംഭവം അന്യനാട്ടുകാരനാണ്, മറ്റവരൊക്കെ എന്നും കാണുന്നവരാണ്. എന്നാലും എല്ലാവരും പറഞ്ഞു ആ പയ്യന് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ പയ്യൻ മര്യാദയ്ക്ക് അയറോ വന്നപ്പോൾ അവൻ്റെ മെക്കിട്ട് കയറാൻ പോയി, അവൻ അടിച്ചു. പോലീസ് പറഞ്ഞു പൊയ്ക്കോ, നിനക്ക് പൈസയില്ല, ഒന്നുമില്ല. അർണോൾഡിൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ വളരെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു മിഷനുമായിട്ട് നടക്കുന്ന ആളാണ്, നിങ്ങൾ ഇങ്ങനെയുള്ള പണിക്കാൻ നിൽക്കരുത്, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ആ ജിംനേഷ്യവും പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോവുക. അങ്ങനെ അതിനുശേഷം പിന്നെ അദ്ദേഹം ബിയർ ഹാളിൽ പോകുന്ന പണി നിർത്തി. ട്രെയിനിങ്ങിൽ കുറെ കൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ആ സമയത്താണ് മിസ്റ്റർ യൂണിവേഴ്സ് കോമ്പറ്റീഷൻ്റെ ആപ്ലിക്കേഷൻ എൻട്രീസ് കോൾ ഫോർ ചെയ്തുകൊണ്ട് ഉള്ള അറിയിപ്പ് വരുന്നത്. ആൽബർട്ടിൻ്റെ സഹായത്തോടെ അദ്ദേഹവും ഒരു എൻട്രി ഫോം ഫില്ല് ചെയ്ത് അയച്ചു. ഇംഗ്ലീഷ് അറിയില്ല, ജർമ്മൻ മാത്രമല്ല അറിയുള്ളൂ. ഏകദേശം കോമ്പറ്റീഷൻ്റെ ദിവസങ്ങളൊക്കെ അടുത്തിട്ടും പക്ഷേ അവിടെ നിന്ന് ഇൻവിറ്റേഷൻ ലെറ്റർ വരുന്നില്ല. അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്. ആൽബർട്ട് അവിടെ വിശദമായിട്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ മനസ്സിലായി പോസ്റ്റ് ഓഫീസിൽ നിന്ന് അത് നമ്മുടെ റോൾഫ് മുതലാളി മുക്കി. കാരണം റോൾഫിനൊരു പേടി, ഇവൻ പോയി മിസ്റ്റർ യൂണിവേഴ്സ് എങ്ങാനും അതിന് അവിടെ വല്ല ജിമ്മിലും വയ്ക്കാൻ തുടങ്ങിയാൽ ഇയാളുടെ ജിമ്മിൻ്റെ പബ്ലിസിറ്റി പോകും. അർണോൾഡ് അവിടെ കോച്ചായിരിക്കുന്നതാണ് മെയിൻ പബ്ലിസിറ്റി. അതുകൊണ്ട് തന്നെ അയാൾ ആപ്ലിക്കേഷൻ മുക്കി. ഏതായാലും അപ്പം തന്നെ ആൽബർട്ട് ലണ്ടനിലേക്ക് വിളിച്ചു, സംസാരിച്ചു. അപ്പോൾ ഇത്തിരി വൈകിയാണെങ്കിലും അർണോൾഡിൻ്റെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യാം എന്നവർ സമ്മതിച്ചു. ഉടനെ രണ്ടാമതൊരു ആപ്ലിക്കേഷൻ ഇവിടെ ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ അയച്ചു കൊടുത്തു. അങ്ങനെ ഇൻവിറ്റേഷൻ വന്നു. മത്സരത്തിന് ഏകദേശം ഒരാഴ്ച ബാക്കിയുള്ള സമയത്താണ് ഇൻവിറ്റേഷൻ വരുന്നത്. വീണ്ടും റോൾഫ് മുതലാളി പ്രശ്നമായിട്ടിറങ്ങി. പൈസ കൊടുക്കുന്നില്ല, ശമ്പളം കൊടുക്കാനുണ്ട്, തൽക്കാലം കൊടുക്കാൻ പൈസ ഇല്ല വേണ്ട നിലപാട്. കാരണം പിന്നെയും പേടിയാണ്, ഇവൻ ലണ്ടനിൽ പോയിട്ട് തിരിച്ചു വന്നില്ലെങ്കിലോ എന്നുള്ള പേടിയാണ്. പക്ഷെ ഈ വിവരം സ്മോലാനെ അറിഞ്ഞു. മറ്റേ ജിമ്മിൻ്റെ ഓണർ സ്മോലാനെ അറിഞ്ഞു. അദ്ദേഹം വന്നു, സംസാരിച്ചു, അർണോൾഡിന് ടിക്കറ്റിന് വേണ്ട പൈസയും കൊടുത്തു. അത് റോൾഫ് മുതലാളിക്ക് മുഖത്തടി കിട്ടിയ പോലെയായി. എന്തായാലും അദ്ദേഹം ലണ്ടനിലേക്ക് പോയി. ലണ്ടനിലെ വിക്ടോറിയ തിയേറ്റർ ഹാളിൽ നടക്കുന്ന കോമ്പറ്റീഷൻ. അപ്പോൾ അതുവരെ അദ്ദേഹം പങ്കെടുത്ത കോമ്പറ്റീഷൻസ് പോലെയേ അല്ല ഈ മിസ്റ്റർ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഒരു ലോകത്തിൻ്റെ യൂറോപ്പിൻ്റെ പല ഭാഗത്തു നിന്നും വരുന്ന ബോഡി ബിൽഡേഴ്സ്, പിന്നെ ആഫ്രിക്കൻ ചില രാജ്യങ്ങളിൽ നിന്നുള്ള ബോഡി ബിൽഡേഴ്സ്, അങ്ങനെ വളരെ നല്ല ശരീരമുള്ള, അതേപോലെ ഇദ്ദേഹത്തെക്കാൾ കുറെ കൂടി മെച്ചുറായിട്ടുള്ള, ഇദ്ദേഹത്തിന് എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് 19 വയസ്സായിട്ടേ ഉള്ളൂ, മെച്ചുറായിട്ടുള്ള കുറേ ബോഡി ബിൽഡേഴ്സ്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിനൊരു സംശയം, ഈ ചെറുപ്രായത്തിൽ എനിക്കിവിടെ ഒരു 5ാം സ്ഥാനമോ 6ാം സ്ഥാനമോ അതിനപ്പുറമൊന്നും ഞാൻ ഇപ്പോഴേ പ്രതീക്ഷിക്കേണ്ട കാര്യമല്ല, അത് അഹങ്കാരമായി പോകും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടാണ് മത്സരിക്കുന്നത്. പക്ഷെ മത്സരിച്ച് ഫൈനൽ റിസൾട്ട് വന്നപ്പോൾ ഏറ്റവും കൂടി ഞെട്ടിയത് അങ്ങേരാ. കാരണം അദ്ദേഹത്തിന് 2ാം സ്ഥാനം, 19ാമത്തെ വയസ്സിൽ മിസ്റ്റർ യൂണിവേഴ്സ് കോമ്പറ്റീഷനിൽ റണ്ണറപ്പ് ആയിരിക്കുന്നു. അതേ വലിയ കാര്യമാണ്. ആ ചെറുപ്രായത്തിൽ അങ്ങനെയൊക്കെ ആവുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. ലണ്ടനിലെയും അതുപോലെ പരിസരങ്ങളിലുള്ള പല രാജ്യങ്ങളിലെയും പത്രങ്ങളും മീഡിയയൊക്കെ അർണോൾഡിന് നല്ല കവറേജ് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ പേരങ്ങനെ യൂറോപ്പിലെ പല രാജ്യങ്ങളിലേക്കും വ്യാപിക്കാൻ തുടങ്ങി. ആ സമയത്ത് അദ്ദേഹം മറ്റൊരു ചിന്തയിലായിരുന്നു. ഞാൻ 5ാം സ്ഥാനമോ 6ാം സ്ഥാനമാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ എനിക്കിവിടെ 2ാം സ്ഥാനം കിട്ടി. ഞാൻ കുറച്ചുകൂടി ഉഷാറായിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ, കുറച്ചുകൂടി നന്നായിട്ട് ഞാൻ ഇതിനുള്ള പ്രിപ്പറേഷൻ എന്നുള്ള നിലയ്ക്കുള്ള വർക്കൗട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഇപ്പോഴേ മിസ്റ്റർ യൂണിവേഴ്സ് ആവില്ലായിരുന്നോ? ആ ചിന്ത ഇങ്ങനെ മനസ്സിലിങ്ങനെ കയറി വന്ന് അവസാനം അദ്ദേഹം ഒരു തീരുമാനം എടുത്തു. ഇനി മേലാൽ ഒരു കോമ്പറ്റീഷനിലും വെറുതെ എക്സ്പീരിയൻസിന് അല്ലെങ്കിൽ വെറുതെ പാർട്ടിസിപ്പേഷന് എന്നുള്ള രീതിയിൽ ഞാൻ മത്സരിക്കാൻ പോവില്ല. ഞാൻ ഏത് മത്സരവും ഇനി വിജയിക്കാനാണ് പോകുന്നത്, അവിടെ ഒന്നാമനാവാനാണ് പോകുന്നത്. ഒന്നാമതിൽ കുറഞ്ഞതുള്ള ഒരു പരിപാടിയില്ല. ആ 19ാമത്തെ വയസ്സിൽ എടുത്ത തീരുമാനമാണ്. തിരിച്ച് മ്യൂണിക്കിൽ വന്ന് വീണ്ടും നമ്മുടെ റോൾഫ് മുതലാളിയുടെ ജിംനേഷ്യത്തിൽ കുറച്ചു കാലം വർക്ക് ചെയ്തു. ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ലണ്ടനിൽ നിന്ന് ഒരു ലെറ്റർ വന്നു. അതൊരു സീനിയർ ബോഡി ബിൽഡർ വാക് ബെനറ്റ് എന്ന മനുഷ്യൻ്റെ ആയിരുന്നു. അദ്ദേഹം
ഇത് അർണോൾഡ് അവിടെ മിസ്റ്റർ യൂണിവേഴ്സ് കോമ്പറ്റീഷന് മത്സരിക്കുമ്പോൾ ജഡ്ജായിരുന്നു. അങ്ങനെയാണ് ഈ അർണോൾഡിനെ ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്, ഈ ചെറുപ്രായത്തിൽ റണ്ണറപ്പായത് അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. അങ്ങനെ വാഗ് ബെന്നറ്റിൻ്റെ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്നതാണ്, താങ്കൾ കുറച്ച് ദിവസം ഇവിടെ എൻ്റെ കൂടെ വന്ന് താമസിക്കണം. ഞാൻ താങ്കൾക്ക് കുറച്ച് പുതിയ ട്രെയിനിങ് മെത്തേഡ്സ് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങോട്ടുള്ള ഓഫറാണ്. ഒരാളുടെ പെർഫോമൻസ് കണ്ട് മറ്റൊരു ബോഡി ബിൽഡർ ക്ഷണിക്കുന്നു, എൻ്റെ കൂടെ വന്ന് താമസിച്ച് പുതിയ ചില ട്രെയിനിങ് മെത്തേഡ്സ് ഞാൻ പഠിപ്പിക്കുന്നത് പഠിക്കുക. ഇന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പറ്റുമോ? അങ്ങനെ കൂടെ ട്രെയിൻ ടിക്കറ്റും വെച്ചിട്ടുണ്ട്. അങ്ങ് ചെന്നാൽ മതി, ചിലവൊന്നുമില്ല. ചെന്നു, അദ്ദേഹത്തിൻ്റെ വീടെത്തി. അവിടെ അദ്ദേഹവും ഭാര്യ ഡയാന ബെന്നറ്റും 6 മക്കളുമുണ്ട്. ചെറിയ കുടുംബം, 6 മക്കൾ. പക്ഷേ അവർ മൂത്ത മകനെ പോലെയാണ് അർണോൾഡിനെ ട്രീറ്റ് ചെയ്തത്. ഡെയിലി രാവിലെ അദ്ദേഹത്തിൻ്റെ ഒരു ജിംനേഷ്യം അവിടെ ഉണ്ട്, അവിടെ പോവും, പ്രാക്ടീസ് ചെയ്യും. പിന്നെ ഈ പല സ്ഥലങ്ങളിൽ യൂറോപ്യൻ ആൻഡ് അമേരിക്കൻ, പിന്നെ ആഫ്രിക്കൻ, ഇത്തരം പല രാജ്യങ്ങളിലുള്ള ഒരു സിസ്റ്റമാണ്. ബോഡി ഷോ കോമ്പറ്റീഷൻ അല്ലാതെ തന്നെ ചില ഓരോ സ്റ്റേജുകളിൽ ബോഡി ഷോ നടത്തും. അതുപോലെ വെയിറ്റ് എടുത്ത് ഷോ മറ്റുള്ള ചില പ്രകടനങ്ങൾ കാണിക്കും. അതിനൊക്കെ നല്ല വരുമാനവും കിട്ടും. അത് ചിലപ്പോൾ ഒരു കല്യാണ പാർട്ടിയുടെ ഇടയിലായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നാടകമോ എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഒരു ബ്രേക്ക് ടൈമിലായിരിക്കാം. എന്തായാലും ഇത്തരം പല പരിപാടികൾക്കും നല്ല കാശ് കിട്ടും. ശരിക്കും ഈ കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് കിട്ടുന്ന പ്രൈസ് മണിയൊക്കെ വളരെ കുറവാണ്. അതിനേക്കാൾ കൂടുതൽ ബോഡി ബിൽഡേഴ്സും വെയിറ്റ് ലിഫ്റ്റേഴ്സും പിന്നെ ഈ ഗുസ്തിക്കാർ, അങ്ങനെയുള്ള ആൾക്കാർ വരുമാനം ഉണ്ടാക്കിയിരുന്നത് ഇത്തരം എക്സിബിഷൻ ഷോകളിൽ നിന്നായിരുന്നു. അത്തരം ഒരു മത്സരത്തിൽ ഈ ബെന്നറ്റിൻ്റെ കൂടെ അർണോൾഡും പോയി അവിടെ 1-2 ഷോയ്ക്ക് ഇയാളും കാണിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കാരണം ഒരു ചെറുപ്രായത്തിൽ ഇത്രയും നല്ലൊരു ബോഡിയൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുകയാണല്ലോ. എല്ലാവരും ഇങ്ങനെ വളരെയധികം നല്ല അപ്ലോസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ ഒരു പറ്റ ആൾക്കാർ ഇങ്ങനെ അർണോൾഡ് അർണോൾഡ് എന്നിങ്ങനെ വളരെ ആവേശത്തോടെ വിളിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പൊതുവെ ഒരു ആൾക്കൂട്ടമൊക്കെ കണ്ടാൽ നേരിടാനൊരു ചെറിയ വിഷമമാണ്. അങ്ങനെ മുന്നേ നടക്കുമ്പോൾ ഡയാന ബെന്നറ്റ്, ഈ വാഗ് ബെന്നറ്റിൻ്റെ വൈഫ് വിളിച്ചു, അർണോൾഡോടെ വാ. ഇപ്പോൾ അടുത്ത് പോയി. ഈ ആൾക്കാർ മുഴുവനേ വന്ന് ഇവിടെ കിടന്ന് ഇങ്ങനെ വിളിക്കുന്നത് നിന്നോടുള്ള സ്നേഹവും ആദരവും കൊണ്ടാണ്. അപ്പോൾ അവരുടെ മുഖത്ത് നോക്കാതെ അങ്ങനെ പോകുന്നതല്ല എൻ്റെ രീതി. അവരുടെ ചെല്ലണം, 1-2 വാക്കൊക്കെ സംസാരിക്കണം, അവർക്ക് ഓട്ടോഗ്രാഫ് ചോദിച്ചാൽ കൊടുക്കണം. അങ്ങനെയൊക്കെയാണ് ജനങ്ങളോട് ഇടപെടുക. അത് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ ഇൻട്രാക്ഷൻ്റെ ഫസ്റ്റ് ലെസൺ ആയിരുന്നു. അതുവരെ അത്തരം ഒരു കാര്യം ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ വാഗ് ബെന്നറ്റിൻ്റെയും ഡയാന ബെന്നറ്റിൻ്റെയും കൂടെ ചേർന്നത് കൊണ്ട് കിട്ടിയ ഒരു മെച്ചം അതാണ്. അതുപോലെ ഒരു താലെന്നുള്ള ഗ്രാമപ്രദേശത്ത് ജനിച്ചു വളർന്നു വന്ന ആളാണ്. യൂറോപ്യൻ മാനേഴ്സ് പലതും അറിയില്ല. പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ ഒരു നൈഫും ഫോർക്കും ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കാൻ അന്ന് അറിയില്ലായിരുന്നു. അത് പഠിപ്പിച്ചത് ഡയാന ബെന്നറ്റാണ്. കാരണം അവർക്കതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂറോപ്പിലെ പ്രത്യേകിച്ച് ഹൈ ക്ലാസ് സൊസൈറ്റിയിലൊക്കെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു ടോപ്പ് ലെവലിൽ എത്താൻ പോകുന്ന ഒരാളെന്ന് പറഞ്ഞാൽ ഇതെല്ലാം അറിഞ്ഞിരിക്കണം. അപ്പം ഇങ്ങനെയുള്ള പല കോൺസെൻട്രേഷൻസും അദ്ദേഹം ആവശ്യപ്പെടാതെ തന്നെ അദ്ദേഹത്തിന് വന്നു ചേരുകയാണ്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കൊണ്ട് പലരും അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്, വാ നിനക്ക് ഞാൻ ഇന്ന ഫേവർ ചെയ്തു തരാം. ആ ഒരു ലെവലിൽ ഉള്ള ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു അന്നത്തെ ജനങ്ങൾക്ക്. ഇന്ന് അത് എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ന് സ്വാർത്ഥത കൂടിപ്പോയി. പിന്നെ ജിംനേഷ്യത്തിൽ വെച്ച് ഈ വാഗ് ബെന്നറ്റ് പറഞ്ഞു കൊടുത്ത മറ്റൊരു കാര്യമാണ് പോസിങ്. അതായത് ശരീരത്തിൽ മസിൽ ഉണ്ടായാൽ പോരാ, അത് കറക്റ്റ് രൂപത്തിൽ പ്രദർശിപ്പിക്കാനും കൂടി അറിയണം. അല്ലാതെ അവിടെ ഇപ്പം ഇങ്ങനെ നിന്നാൽ പോരാ. അത് ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തെയും മസിൽസ് എങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാം. അപ്പം അത്തരം പല കാര്യങ്ങളും വാഗ് ബെന്നറ്റ് ഈ വെയിറ്റ് ട്രെയിനിങ് കൂടാതെ, വെയിറ്റ് ട്രെയിനിങ്ങിൻ്റെ പുതിയ മെത്തഡ്സ് കൂടാതെ പോസിങ്ങിൻ്റെ പല കാര്യങ്ങളും വാഗ് ബെന്നറ്റ് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ കുറച്ച് ദിവസം സന്തോഷകരമായിട്ട് വാഗ് ബെന്നറ്റിൻ്റെ കൂടെ താമസിച്ച് പഠിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം അപ്രതീക്ഷിതമായി ആ വീട്ടിലേക്ക് ഒരാൾ കയറി വരുന്നു. വാഗ് ബെന്നറ്റിൻ്റെ ഒരു പഴയ ഫ്രണ്ടും അർണോൾഡിൻ്റെ കുട്ടിക്കാലം തൊട്ടുള്ള ആരാധനാപാത്രവുമായ റെക് പാർക്ക്. അർണോൾഡ് അങ്ങനെ അത്ഭുത സ്തബ്ധനായി നിൽക്കുകയാണ്. കാരണം കുട്ടിക്കാലം തൊട്ട് മനസ്സിനെ ആരാധിക്കുന്ന ഒരു രൂപം, അതായത് ഇപ്പോൾ നമുക്ക് ദൈവം നേരിട്ട് മുന്നിൽ വന്നു വന്നാൽ അങ്ങനെ ഇരിക്കും, ആ ഒരു അവസ്ഥയാണ് ആ സമയത്ത് അർണോൾഡിന്.
അപ്പോൾ സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ റെക് പാർക്ക് UK ജനിച്ചു വളർന്ന ആളാണ്. അതിനുശേഷം അദ്ദേഹം ബോഡി ബിൽഡിങ്ങിൻ്റെ ഹയർ ലെവലിലേക്ക് പോയി. ഇവർ കുട്ടിക്കാലം തൊട്ടേ പിന്നെ ഫ്രണ്ട്സാണ്, ബാഗ് ബെന്നറ്റും റെക് പാർക്കും. അപ്പോൾ US നിന്ന് ഒരു ദിവസം യൂറോപ്പിൽ അദ്ദേഹത്തിന് പല ബിസിനസ്സുണ്ട്. ഈ ബിസിനസ്സിന് വരുമ്പോൾ ബാഗ് ബെന്നറ്റിനെ സന്ദർശിക്കും. ഒരു ദിവസം അങ്ങനെ ബാഗ് ബെന്നറ്റിന് ഫോൺ ചെയ്തു. അപ്പോൾ ബാഗ് ബെന്നറ്റ് പറഞ്ഞു, നിൻ്റെ ഒരു വലിയ ആരാധകൻ എൻ്റെ കൂടെ ഇപ്പോൾ താമസമുണ്ട്. ഇപ്പോൾ റെക് പാർക്ക് ചോദിച്ചു, അതാരാ ഇത്ര വലിയ ആരാധകൻ? കേട്ടിട്ടില്ലേ, അർണോൾഡ്? അപ്പോൾ റെക് പാർക്കും കേട്ടിട്ടുണ്ട്, ഈ പല പേപ്പറിലും ഒക്കെ ഫോട്ടോ കണ്ടിട്ടുണ്ട്, പേര് കേട്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ. അവനോടുണ്ടോ? അവനെനിക്ക് കാണണം. അങ്ങനെ റെക് പാർക്ക് വന്ന് കയറി. അപ്പോൾ ഈ വിവരം പക്ഷേ ബെന്നറ്റ് അർണോൾഡിനോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അർണോൾഡ് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നത്. ഏതായാലും അവർ വളരെ പെട്ടെന്ന് ഇടപഴകി. റെക് പാർക്കിൻ്റെ തന്നെ ഒരു ജിംനേഷ്യം അവിടെ ഉണ്ട്. അദ്ദേഹം അർണോൾഡിനെയും കൂട്ടി അവിടെ പോയി. അവർ പിന്നെ ഒന്നിച്ച് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അടുത്ത ദിവസങ്ങളിൽ ഈ റെക് പാർക്കിന് അയർലൻഡിലെ ഒരു എക്സിബിഷൻ ഷോ ഉണ്ട്. അപ്പോൾ അവിടേക്ക് അദ്ദേഹം പോകാൻ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഈ ലണ്ടനിലൊന്ന് വന്നത്. അർണോൾഡിനെയും കൂട്ടിക്കൊണ്ട് അയർലൻഡിലേക്ക് പോയി. അവിടെ പോയി അദ്ദേഹം ആദ്യം സ്റ്റേജിൽ കയറി എല്ലാവരെയും വിഷ് ചെയ്തു, ഒരു ചെറിയ സ്പീച്ച് നടത്തി. അപ്പോൾ അർണോൾഡ് ഇതൊക്കെ കണ്ടെങ്കിൽ അന്തം വിട്ട് നിൽക്കുകയാണ്. കാരണം അർണോൾഡ് അങ്ങനെയൊന്നും ചെയ്ത് അന്നേ വരെ ശീലിച്ചിട്ടില്ല. ചെല്ലുക, അവിടെ മറ്റേ ബോഡി കാണിക്കുക എന്നുള്ളതല്ലാതെ, അല്ലെങ്കിൽ എന്തെങ്കിലും വെയിറ്റ് ഒക്കെ എടുത്ത് പൊക്കുക എന്നുള്ളതല്ലാതെ ഫോർമാലിറ്റീസ് അതുവരെ ചെയ്തിട്ടില്ല. അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ച് അത് കഴിഞ്ഞ് റെക് പാർക്ക് 1-2 ബോഡി ഷോയും മറ്റേ വെയിറ്റ് ട്രെയിനിങ്ങിൻ്റെ ചില ഐറ്റംസും ഒക്കെ കാണിച്ചു. അതിനുശേഷം അർണോൾഡിനെ ഞെട്ടിച്ചുകൊണ്ട് റെക് പാർക്ക് പറഞ്ഞു, എൻ്റെ കൂടെ ഒരു പുതിയ താരോദയം വന്നിട്ടുണ്ട്, അർണോൾഡ് സ്റ്റേജിലേക്ക് വരിക. അപ്പോഴാണ് അർണോൾഡ് ഞെട്ടിയത്. അത്തരം ഒരു നീക്കം അദ്ദേഹം പ്രതീക്ഷിച്ചില്ല. അങ്ങനെ പരിങ്ങി സ്റ്റേജിലേക്ക് ചെന്ന് കയറി. സ്റ്റേജിൽ കയറി കഴിഞ്ഞപ്പോൾ റെക് പാർക്ക് പറഞ്ഞു, അർണോൾഡ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ചില ഐറ്റംസ് കാണിക്കും. 130 കിലോഗ്രാം വെയിറ്റ് വെച്ച് ബൈസെപ്സ് കഴ്സ് 2 റെപ്പ് ചെയ്തു. പിന്നീട് 275 കിലോഗ്രാം വെയിറ്റ് ഉപയോഗിച്ച് ഡെഡ് ലിഫ്റ്റ് 5 റെപ്പ് ചെയ്തു. കാരണം ചെറിയ പ്രായമായതുകൊണ്ട് നല്ല സ്ട്രോങ് ആണ്. റെക് പാർക്ക് കുറച്ച് പ്രായം കൂടിപ്പോയി, അതുകൊണ്ട് അദ്ദേഹത്തിന് ഇത്രയൊന്നും ഇപ്പം പൊക്കാൻ പറ്റില്ല. ആയ കാലത്തൊക്കെ പൊക്കിയിരുന്നു. ഏതായാലും അത് കണ്ട് ജനം അങ്ങനെ ആർത്തട്ടഹസിക്കുകയാണ്, അമ്മാതിരി കൈയടി. അപ്പോൾ അദ്ദേഹം വല്ല സ്റ്റേജിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങി. വീണ്ടും റെക് പാർക്ക് വിളിച്ചു, അർണോൾഡോടെ വാ. അടുത്തി വന്നു. വെറുതെ അങ്ങനെ ഇറങ്ങിപ്പോയാലോ, ഈ മനുഷ്യനോടൊക്കെ 2 വാക്ക് പറയണ്ടേ? അപ്പം ഇദ്ദേഹം പരിങ്ങി പറഞ്ഞു, അതിന് എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. ഇംഗ്ലീഷ് ഇവിടെ എല്ലാവർക്കും കേട്ട് മതിയായിരിക്കുകയാണ്, നീ അറിയണ കാര്യമൊക്കെ പറഞ്ഞാൽ മതി. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ പറഞ്ഞുതരാം, നീ അതുപോലെ പറ. അതുപോലെ പറയാൻ പറ്റില്ല, കാരണം ഇംഗ്ലീഷുകാർ സംസാരിക്കുന്ന രീതിയും ബാക്കിയുള്ളവർ സംസാരിക്കുന്ന രീതിയും വ്യത്യാസമുണ്ടല്ലോ. നമ്മളൊക്കെ സംസാരിക്കുന്നത് ശരിക്കുള്ള ഇംഗ്ലീഷാണോ? ഒരിക്കലുമല്ല. അപ്പോൾ എന്തായാലും റെക് പാർക്ക് പറഞ്ഞു, ഈ അയർലൻഡിൽ എത്തണമെന്ന് ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. ഉണ്ടായിട്ടൊന്നുമല്ല, ചുമ്മാ ജനങ്ങളെ കയ്യിലെടുക്കുക, അതാണ് എൻ്റെ രീതി. അർണോൾഡ് ഏറ്റു പറഞ്ഞു അദ്ദേഹത്തിൻ്റെ രീതിയിലായിട്ട്. അതായത് ഒരു ജർമ്മൻകാർ സംസാരിക്കുന്ന രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുകയാണ്. അത് കേട്ടപ്പോൾ ജനത്തിന് കയ്യടി കൂടി. നിങ്ങളെല്ലാം കണ്ടതിന് വളരെ സന്തോഷം. റെക് പാർക്ക് പറഞ്ഞു കൊടുക്കുക, ഇയാളെ ഏറ്റു പറയുക. അങ്ങനെ കുറച്ച് വാചകങ്ങൾ അവിടെ പറഞ്ഞു. എല്ലാത്തിനും നല്ല കയ്യടി. അപ്പോൾ അദ്ദേഹം അന്ന് ആലോചിച്ചൊരു കാര്യമാണ്, ഈ കോമ്പറ്റീഷൻ്റെ ഇടയിൽ ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ കോമ്പറ്റീഷനാണ് നടക്കില്ല. എക്സിബിഷൻ ഷോയ്ക്ക് അല്ലാതെ അവിടെ പോയി വെറുതെ വടി പിടിച്ച് നിന്നാൽ പോരാ. കമ്മ്യൂണിക്കേഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊരു ലെസൺ അവിടെ നിന്ന് അദ്ദേഹം മനസ്സിലാക്കി. തിരിച്ച് മ്യൂണിക്കിലെത്തിയ സമയത്ത് അവിടെ ചില പുതിയ സംഭവവികാസങ്ങൾ. റോൾഫ് മുതലാളി ഇപ്പോൾ അങ്ങനെ ജിമ്മിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, മറ്റ് ബിസിനസ്സുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ജിമ്മിൻ്റെ ചുമതല ആൽഫ്രഡിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവർ തമ്മിൽ വളരെ ക്ലോസ് ആണ്. അതുകൊണ്ട് തന്നെ അവരൊന്ന് ആലോചിച്ചു, ഇനി നമുക്ക് ഈ ജിം ഒന്ന് ഡെവലപ്പ് ചെയ്യണം. അതിനായിട്ട് ആൽഫ്രഡ് പറഞ്ഞു, നീ ഇപ്പം എന്തായാലും ഇവിടെ ഇങ്ങനെ വളരെ ഫേമസ് ആയിട്ടൊക്കെ ഇരിക്കുകയാണല്ലോ. ചെറിയ പ്രായത്തിൽ യൂണിവേഴ്സായി, അതിനു മുമ്പ് മിസ്റ്റർ ജൂനിയർ യൂറോപ്പായി. പിന്നീട് ഒരു കാര്യം പറയാൻ വിട്ടു വരുന്നുണ്ട്, 18-ാമത്തെ വയസ്സിൽ ഇതിൻ്റെ ഇടയിൽ മിസ്റ്റർ യൂറോപ്പ് പോയി. അപ്പം അങ്ങനെ
പല ടൈറ്റിൽസും നേടി ഇങ്ങനെ ഈ ചെറു പ്രായത്തിലെ വിലസുന്ന ആളായതുകൊണ്ട് നിന്നെ വെച്ച് ഞാനിവിടെ പബ്ലിസിറ്റി കൊടുക്കാൻ പോകുന്നു. അപ്പം എന്നോട് ചോദിച്ചാൽ അതെങ്ങനെ? സിമ്പിൾ. നീ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്ന വേഷത്തിൽ റോഡിൽ കൂടെ നടക്കുക. എന്നുവെച്ചാൽ പ്രാക്ടീസ് ചെയ്യുന്ന വേഷം എന്ന് പറയുമ്പോൾ ശരീരം മുഴുവൻ കാണിക്കുന്ന ഒരു ചട്ടി മാത്രമേ കിട്ടുന്നുണ്ടാവുള്ളൂ. അവിടെ പിന്നെ പ്രാക്ടീസ് ചെയ്യാത്തവരും നല്ല ബോഡി ഇല്ലാത്തവരും ഒക്കെ അങ്ങനെയുള്ള പല വേഷത്തിൽ നടക്കും. അത് വേറെ കാര്യം. എന്തായാലും ഇത്രയും നല്ലൊരു ബോഡി ആയിട്ട് ഒരാളിങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും. അപ്പോൾ ഒരു ദിവസം രാവിലെ ഈ പറഞ്ഞ പോലെ ഇറങ്ങി അങ്ങ് നടപ്പ് തുടങ്ങി. ഇതിൻ്റെ നിലയിൽ ആൽഫ്രഡ് അദ്ദേഹത്തിന് പരിചയമുള്ള കുറച്ച് പത്രക്കാരെയൊക്കെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മിസ്റ്റർ യൂണിവേഴ്സ് റണ്ണർ അർണോൾഡ് ഷ്വാസ്നഗർ പബ്ലിക്കായിട്ട് ബോഡി ഷോ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കവറേജ് കൊടുക്കാം. പത്രക്കാർക്ക് അതൊരു വലിയ ഒരു പുതിയ അനുഭവമായിരുന്നു. അത്രയും കാലം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ആ പ്രദേശത്തുള്ള ഒരു 5-6 പത്രലേഖകരവിടെ വന്നു. ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഒക്കെ അയച്ചു വെച്ച് അടുത്ത ദിവസം എല്ലാ ന്യൂസ് പേപ്പറിലും വാർത്ത. പിന്നീട് ഒരു ദിവസം അദ്ദേഹം ഒരു ബിയർ ഹാളിൽ അവിടെ ഒരു മത്സരം നടക്കുന്നുണ്ട് എന്നറിഞ്ഞു. അതായത് അവിടെ ഒരു വലിയൊരു കല്ല് വെച്ചിട്ടുണ്ട്. അത് പൊക്കുന്നവർക്ക് ഒരുപാട് സമ്മാനമൊക്കെ അവിടെ ഓഫറുണ്ട് ആ ബിയർ ഹാളിൽ. പലരും വരുന്നുണ്ട്, ബിയർ കുടിക്കുന്നുണ്ട്. പിന്നെ കല്ലാർക്കും പൊങ്ങുന്നില്ല. പണ്ട് ഭീമൻ ഹനുമാന്റെ വാല് പൊക്കാൻ പോയ അവസ്ഥയാണ്. കല്ല് മാത്രം പൊങ്ങുന്നില്ല. ഒരു ദിവസം അർണോൾഡ് അവിടെ ചെന്നു, ആ കല്ലെടുത്ത് പൊക്കി, സമ്മാനങ്ങളും കിട്ടി. ജിമ്മിന് ഭയങ്കര പബ്ലിസിറ്റി. അപ്പൊ ജിമ്മിൽ പോയാൽ ശരീരത്തിന് ശക്തി കൂടും എന്ന് ഈ സാധാരണക്കാർക്കിടയിൽ ഒരു വിശ്വാസം വരുത്താൻ ഇത്തരം ചില പെർഫോമൻസ് കൊണ്ട് കഴിഞ്ഞു. അങ്ങനെ ജിമ്മിന് വളരെയധികം മെമ്പർഷിപ്പ് കൂടി. ആ സമയത്ത് അദ്ദേഹം മനസ്സിലാക്കിയ മറ്റൊരു കാര്യമാണ്, ഈ മെയിൻ സ്ട്രീം ബോഡി ബിൽഡേഴ്സ് എല്ലാം ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ സ്റ്റെറോയിഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ആലോചിച്ചു, ഇവർക്കൊക്കെ യൂസ് ചെയ്യാമെങ്കിൽ എനിക്കും ലേശം യൂസ് ചെയ്ത് നോക്കാമല്ലോ. അതിനെക്കുറിച്ച് 1-2 ലേഖനങ്ങൾ ഓരോ സ്പോർട്സ് മാഗസിനിൽ ഒന്ന് അദ്ദേഹം വായിച്ചപ്പോൾ മനസ്സിലായി, അങ്ങനെ വെറുതെ കയറി യൂസ് ചെയ്യാവുന്ന ഒരു സാധനമല്ല. ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം അവർ പറയുന്ന അളവിൽ പറയുന്ന സമയത്തേക്ക് മാത്രം യൂസ് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ ശരീരത്തിന് ദോഷമാണ്. പക്ഷേ ഇന്നത്തെ മിക്കവാറും ആൾക്കാർ അതൊന്നും ശ്രദ്ധിക്കാതെ അമിതമായ അളവിൽ ഇത് യൂസ് ചെയ്ത് ആണ് പല കോമ്പറ്റീഷനിലും പങ്കെടുക്കുന്നതും പല ടൈറ്റിൽസും നേടുന്നതും. ഇന്ന് ഈ ബോഡി ബിൽഡിംഗ് എന്ന സ്പോർട്സിൻ്റെ ഒരു രീതിയെ മാറിപ്പോയി. മലയാളത്തിൽ എന്താ പറയുക, ശരീര സൗന്ദര്യ മത്സരം എന്നാ പറയുക. ഇന്ന് ശരീരത്തിന് ഇങ്ങനെ ഈ കുറെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ബൾജായി നിൽക്കുന്നു എന്നല്ലാതെ മൊത്തത്തിൽ ഒരു പ്രൊപ്പോർഷൻ ഇല്ലാത്ത രീതിയിലുള്ള ബോഡിയാണ് പലർക്കും. കാരണം ഈ അമിതമായ സ്റ്റെറോയിഡ്സിന്റെ ഉപയോഗമാണ്. കാരണം ഈ സ്റ്റെറോയിഡ്സ് അമിതമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മസിൽസ് വളരുന്ന പോലെ തന്നെ നമ്മുടെ ഇന്റേണൽ ഓർഗൻസും വളരും. കുടല്, ലിവറ്, ആമാശയം, ഈ സാധനങ്ങളൊക്കെ ബൾജാവും. അതിനനുസരിച്ച് ഇവരുടെ വയറും ലേശം ബൾജായി നിൽക്കും. എത്ര എക്സസൈസ് എടുത്താലും വയർ ഒതുങ്ങില്ല. അമിതമായിട്ട് സ്റ്റെറോയിഡ് ഉപയോഗിക്കുന്ന ഒരു ബോഡി ബിൽഡറെയും അല്ലാത്ത ഒരാളെയും ഒറ്റ നോട്ടത്തിൽ അറിയാം. ഞാനിവിടെ ഒരു കമ്പാരിസൺ ഫോട്ടോ കൊടുക്കുന്നുണ്ട്, നിങ്ങളൊന്ന് കാണുക. ഏതായാലും ഇദ്ദേഹം അവിടെ ഡോക്ടറെ കണ്ടു, സംസാരിച്ചു. അങ്ങനെ ഡോക്ടർ എഴുതി കൊടുത്ത അളവിൽ ഈ സാധനമൊക്കെ വാങ്ങിച്ചു. സാധനം അന്ന് ഇതുപോലെ വായിരിക്കുന്ന സാധനങ്ങളൊന്നുമില്ല, ഒരു ഇഞ്ചക്ഷനാണ്. ഇന്ന് പല രൂപത്തിലൊക്കെ വരുന്നുണ്ട്. ആ ഇഞ്ചക്ഷൻ ആ ഡോക്ടർ കൊടുത്ത് ഡോക്ടർ പറഞ്ഞു, ഇനി 6 ആഴ്ച കഴിഞ്ഞ് അടുത്ത് കൊടുക്കാവൂ, അതിൻ്റെ ഇടയിലൊന്നും എടുക്കാൻ പാടില്ല. പക്ഷേ ആ 6 ആഴ്ചയ്ക്ക് ഇടയിൽ തന്നെ അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കി, ഇത് ശരീരത്തിന് മസിൽ മാസ് കൂട്ടുമെങ്കിലും മറ്റ് ചില ദോഷങ്ങളുണ്ട്. ഒന്ന്, വാട്ടർ റിറ്റൻഷൻ കൂട്ടും, അതായത് ശരീരത്തിലെ ഫ്ലൂയിഡ് ലെവൽ കൂടും. നമ്മൾ ഈ മലയാളത്തിൽ നീർക്കെട്ട് എന്ന് പറയുന്ന പോലെയുള്ള ചില സംഭവങ്ങൾ ശരീരത്തിൻ്റെ പല ഭാഗത്തും ഡെവലപ്പ് ചെയ്യും. അതുപോലെ മൊത്തത്തിൽ നമുക്ക് ബോഡി വെയിറ്റ് കൂടുമെങ്കിലും അതിനനുസരിച്ചുള്ള ഒരു എന്താ പറയുക ബോഡി പ്രൊപ്പോർഷൻ ഉണ്ടാവില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും പല അളവിലായിപ്പോവും. അങ്ങനെ അടുത്ത ഡോസ് അദ്ദേഹം എടുക്കാൻ പോയില്ല. അദ്ദേഹം ആ പരിപാടി നിർത്തി. ആദ്യത്തെ 1-2 തവണത്തെ യൂസ് ചെയ്തതിന് ശേഷം പിന്നെ അദ്ദേഹം അത് ഉപയോഗിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അതിനെതിരെ വ്യാപകമായ പ്രചാരണം അന്നും ഇന്നും നടത്തുന്ന ഒരു വ്യക്തിയാണ്. അടുത്ത വർഷം, അതായത് 1967 20ാമത്തെ വയസ്സിൽ അടുത്ത മിസ്റ്റർ യൂണിവേഴ്സ് കോമ്പറ്റീഷൻ, സെയിം സ്റ്റേജ് ലണ്ടൻ, അവിടെ പോയി പങ്കെടുത്തു, വിജയിച്ചു. അത് മറ്റൊരു റെക്കോർഡായിരുന്നു. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ മിസ്റ്റർ യൂണിവേഴ്സ് നേടുന്ന വ്യക്തി. ഇതിനു മുമ്പ് ആ റെക്കോർഡ് ഉണ്ടായിരുന്നത് വളരെ കാലം ഇദ്ദേഹത്തിൻ്റെ ആരാധനാപാത്രമായ
റെഡ് പാർക്കിന്റെ പേരിലായിരുന്നു. റെഡ് പാർക്ക് 23-ാമത്തെ വയസ്സിലായിരുന്നു മിസ്റ്റർ യൂണിവേഴ്സ് ആയത്. അതിനേക്കാൾ 3 വർഷം പ്രായം കുറവുള്ള ഒരു വ്യക്തി മിസ്റ്റർ യൂണിവേഴ്സ് ആയിരിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രശസ്തി കൂടിക്കൂടി വന്നു. മീഡിയകളെല്ലാം അദ്ദേഹത്തിനെ കവർ ചെയ്തു. അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിലേക്ക് അടുത്ത ദിവസം റെഡ് പാർക്കിന്റെ ഒരു കോൾ വന്നു, സൗത്ത് ആഫ്രിക്കയിൽ നിന്ന്. കാരണം ഈ റെഡ് പാർക്കിന് സൗത്ത് ആഫ്രിക്കയിൽ ഒരുപാട് ബിസിനസ്സും ജന്വേഷണങ്ങളും ഒക്കെ ഉണ്ട്. അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ വൈഫ് സൗത്ത് ആഫ്രിക്കക്കാരിയാണ്. ആ സമയത്ത് അദ്ദേഹം അവിടെ ജോഹന്നാസ്ബർഗിലുണ്ട്. അർണോട്ടിന് അങ്ങോട്ട് ചെല്ലാനുള്ള എയർ ടിക്കറ്റ് ഉടനെ അയച്ചു കൊടുക്കുന്നതായിരിക്കും ജോഹന്നാസ്ബർഗിലെത്തുക. അദ്ദേഹം വേഗം എയർ ടിക്കറ്റ് വന്നു. അദ്ദേഹം ജോഹന്നാസ്ബർഗിലെത്തി. പിന്നെ അവിടെ കുറേ എക്സിബിഷൻ ഷോസും പിന്നെ ജിംനേഷ്യത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ട്രെയിനിങ്ങും ഒക്കെ ആയിട്ട് കുറച്ചു കാലം കഴിഞ്ഞുകൂടി. പണ്ട് നാട്ടിലുണ്ടായിരുന്ന കാലത്ത് ഉള്ള ഒരു ശീലമായിരുന്നു, രാവിലെ നേരത്തെ എണീക്കും, 5 മണിക്ക് എണീറ്റ് പ്രാക്ടീസ് തുടങ്ങും. അത് പട്ടാള ക്യാമ്പിലെത്തിയപ്പോഴും അത് അതേപോലെ തുടർന്നു. പക്ഷെ പിന്നീട് അതൊക്കെ മുടങ്ങി. മ്യൂണിക്കിലെത്തിയതോടെ അതൊക്കെ മുടങ്ങി. ഓരോ ദിവസം ഓരോ സമയത്തായിരിക്കും പ്രാക്ടീസ്. ജോഹന്നാസ്ബർഗിൽ എത്തിയതോടെ റെഡ് പാർക്കിൻ്റെ സിസ്റ്റം ഇദ്ദേഹത്തിൻ്റെ പഴയ സിസ്റ്റമാണ്. രാവിലെ 5 മണിയാകുമ്പോൾ ഇദ്ദേഹത്തെ വിളിച്ചുണർത്തിയിരിക്കും. 5:30 ആകുമ്പോഴേക്കും അവർ ജിമ്മിലെത്തിയിരിക്കും, വർക്കൗട്ട് തുടങ്ങിയിരിക്കും. തുടർച്ചയായി 3 മണിക്കൂർ വർക്കൗട്ട്. അത് അദ്ദേഹം മുമ്പ് ചെയ്തിരുന്നു, ഗ്രാസിൽ ഉള്ള ജിമ്മിൽ ചെയ്തിരുന്നു. മ്യൂണിക്കിൽ വന്നിട്ട് നടന്നിട്ടില്ല. കാരണം മ്യൂണിക്കിൽ ഈ ഇടയിൽ ട്രെയിനിങ് കൊടുക്കാനുള്ളതുകൊണ്ട് രാവിലെ കുറച്ച് നേരം, വൈകുന്നേരം കുറച്ച് നേരം, അങ്ങനെ 2 നേരമാണ് വർക്കൗട്ട് നടന്നിരുന്നത്. ഇവിടെ തുടർച്ചയായിട്ട് 3 മണിക്കൂർ വർക്കൗട്ട്. അത് ചില ദിവസങ്ങളിൽ 4-5 മണിക്കൂർ വരെ നീണ്ടുപോകും. രണ്ടാളും ചേർന്ന് അങ്ങനെ മാറി മാറി വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ കുറച്ചു കാലം ജോഹന്നാസ്ബർഗിൽ താമസിച്ചു. ഇതിൻ്റെ ഇടയിൽ അവിടെയും പല എക്സിബിഷൻ ഷോസിലൊക്കെ രണ്ടുപേരും പങ്കെടുത്തു. അവിടെയും അദ്ദേഹത്തിൻ്റെ പ്രശസ്തി, റെഡ് പാർക്ക് തന്നെ ഓൾറെഡി വേൾഡ് ഫേമസ് ആണ്, ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തിയും ആ രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ജിമ്മിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം ഒരു പ്രത്യേക സംഭവം കണ്ടൊന്ന് ഞെട്ടി. അതായത് ഈ കാലിൻ്റെ കാഫ് മസിൽസിന് എടുക്കുന്ന ഒരു എക്സസൈസ് ഉണ്ട്. ഇദ്ദേഹം സാധാരണ അതിന് മാക്സിമം 150 കിലോഗ്രാം വരെ വെയിറ്റ് ഉപയോഗിക്കും. അത് അദ്ദേഹത്തിൻ്റെ വിചാരം വളരെ ടോപ്പ് വെയിറ്റ് എന്നാണ്. അന്ന് അവർ ചെയ്ത അതായിരുന്നു. റെഡ് പാർക്ക് വളരെ കൂളായിട്ട് 450 കിലോ വെയിറ്റ് വെച്ച് ആ ട്രെയിനിങ് ചെയ്യുന്നു. ഇദ്ദേഹം ചെയ്യുന്നതിൻ്റെ 3 ഇരട്ടി, അതും ഇദ്ദേഹത്തെക്കാൾ വളരെ പ്രായമുള്ളൊരു മനുഷ്യൻ. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, ഇത്രയും വെയിറ്റ് വെച്ച് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ റെഡ് പാർക്ക് ചോദിച്ചു, നീ എത്ര കിലോ വെച്ച സാറിന് ചെയ്യണത്? ഞാൻ ഇത്രയേ ഉള്ളൂ. നിന്റെ ബോഡി വെയിറ്റ് എത്രയുണ്ട്? 110 കിലോ. 110 കിലോ ഉള്ള നിന്റെ ബോഡി വെയിറ്റ് ഓൾറെഡി നിന്റെ കാഫ് മസിൽ താങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ നീ ഇത്രയും കൂടി വെയിറ്റ് വെച്ചുകൊണ്ട് അതെന്തൊന്ന് എക്സസൈസ്? നീ അപ്പോൾ അതിൻ്റെ ഒരു 3-4 മടങ്ങ് വെയിറ്റ് വെച്ച് വേണമല്ലോ ചെയ്യാൻ, എന്നാലല്ലേ അത് മസിലിന് ശരിക്കും ഒരു എക്സസൈസ് ആവുകയുള്ളൂ. പിന്നെ ഒരു കാര്യമോട് ഞാൻ പറയാം, നമ്മുടെ ചിന്തയാണ് പലപ്പോഴും നമ്മുടെ ഈ കപ്പാസിറ്റി കുറയ്ക്കുന്നത്. എന്നെ കൊണ്ട് ഇത്രയേ പറ്റൂ എന്ന് തോന്നിയാൽ പിന്നെ നമ്മളെ കൊണ്ട് അത്രേ പറ്റൂ, അതിനപ്പുറമൊന്നും തോന്നില്ല. എന്നെ കൊണ്ട് 125 കിലോയെ പറ്റൂ എന്ന് തോന്നിയാൽ പിന്നെ നീ 125 നിൽക്കുകയുള്ളൂ. എന്നെ കൊണ്ട് പറ്റും എന്ന് തോന്നിയാൽ നീ ചെയ്യും. അപ്പോൾ അദ്ദേഹം ആലോചിച്ചു, ശരിയാണ്. ആ സമയത്ത് അദ്ദേഹം അതിനെക്കുറിച്ച് വളരെ രസകരമായ ഒരു സംഭവം കുറച്ച് ദിവസം മുമ്പ് നടന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരികയും ചെയ്തു. കാരണം ഇദ്ദേഹവും ഫ്രാങ്കോ കൊളംബോയും കൂടി ജിമ്മിൽ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 125 കിലോഗ്രാം സ്ക്വാറ്റ്. അത് അർണോൾഡ് 5 റെപ്പ് എടുത്തു. ഫ്രാങ്കോ അദ്ദേഹത്തെക്കാൾ പവർ കൂടിയ ആളാണ്, പക്ഷേ അന്ന് 4 റെപ്പ് എടുത്തുള്ളൂ. സാധാരണ രീതിയിൽ ഇദ്ദേഹം 5 എടുക്കുമ്പോൾ അദ്ദേഹം 6-7 ഒക്കെയാണ് എടുക്കുക. അപ്പോൾ അർണോൾഡ് ചോദിച്ചു, എന്ത് പറ്റി? എന്നൊരു ക്ഷീണ, ഇത്രയും മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഭാഗത്തിരിക്കുമ്പോഴാണ് ജിമ്മിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് 2 പെൺകുട്ടികൾ കയറി വരുന്നു. ഒരു 18-19 വയസ്സുള്ള 2 കുട്ടികൾ. ഫ്രാങ്കോ ഉഷാറായില്ലേ? ചാടി എണീക്കുന്നു, വെയിറ്റ് എടുത്ത് ഷോൾഡറിൽ വയ്ക്കുന്നു, 10 റെപ്പ് കണ്ടിന്യൂസ് ആയിട്ട്. മ്യൂണിക്കിൽ മടങ്ങിയെത്തിയതിന് ശേഷം അദ്ദേഹം ആൽബർട്ടും കൂടി പുതിയൊരു പ്ലാൻ ഇട്ടു. അവർ ഈ ബോഡി ബിൽഡിംഗ് ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് കൂടുതൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഈ മ്യൂണിക്കിലൊക്കെ നടക്കുന്ന പല ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻസും നടക്കുന്നത് പോലെ ജിമ്മിൻ്റെ അകത്താണ്. അതിൻ്റെ കുഴപ്പമെന്താണെന്ന് വെച്ചാൽ അവിടെ ആൾക്കാർക്ക് നിന്ന് കാണാനുള്ള സൗകര്യം കുറവാണ്. രണ്ടാമത്തെ കാര്യം, ഇതിന് വലിയ പബ്ലിസിറ്റി ഉണ്ടാവില്ല.
ഏറിപ്പോയ ഒരു 100-150 ആൾക്കാർ അവിടെ ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കും. ഈ കോമ്പറ്റീഷൻ നടക്കും, പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും കഴിയും, അതൊക്കെ പിരിയും. ഇതിനൊരു മാറ്റം വരുത്തണം എന്നിവർ തീരുമാനിച്ചു. ആ വർഷത്തെ മിസ്റ്റർ യൂറോപ്പ് കോമ്പറ്റീഷൻ മ്യൂണിക്കിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചു. പക്ഷെ അയാൾ കണ്ടുപിടിച്ച സ്ഥലമാണ് വിശേഷം, അവിടുത്തെ പ്രശസ്തമായ ഒരു ബിയർ ഹാൾ. അപ്പം മ്യൂണിക്കിൽ അതുവരെ കേൾവിയില്ലാത്ത സംഭവമാണ് ബിയർ ഹാളിൽ വെച്ച് ഇത്തരം പരിപാടികൾ. അവിടെ ബിയർ ഹാളിൽ മറ്റേ തല്ല് നടത്താനാണ് ആൾക്കാർക്കറിയുക. അതേസമയം ഗ്രാസിൽ അത് നടന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ആദ്യമായിട്ടുള്ള ഒരു ലോക്കൽ കോമ്പറ്റീഷൻ വിന്നിങ് അവിടെയായിരുന്നു. ഏതായാലും അത് വിജയകരമായി നടപ്പിലാക്കി. 2000-ന് മുകളിൽ ജനങ്ങളവിടെ ആ കോമ്പറ്റീഷൻ കാണാൻ കൂടി. 1968 അടുത്ത മിസ്റ്റർ യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷൻ വീണ്ടും അതേ സ്റ്റേജ്, ലണ്ടനിലെ വിക്ടോറിയ തിയേറ്റർ ഹാൾ. അവിടെ അദ്ദേഹം 21-ാമത്തെ വയസ്സിൽ തുടർച്ചയായ 2ാം മിസ്റ്റർ യൂണിവേഴ്സ് വിജയം നേടി. താമസിക്കുന്ന ഹോട്ടലിൽ വന്നു. പിറ്റേ ദിവസം രാവിലെ അദ്ദേഹത്തിന് ഒരു ടെലഗ്രാം കിട്ടി. അത് നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു, അമേരിക്കയിലെ ഒരു സ്പോർട്സ് മാഗസിൻ ഓണർ കം എഡിറ്റർ ജോ വീഡറുടെ ഒരു ടെലഗ്രാം. അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ടും US-ലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടും. അങ്ങനെ 14-ാമത്തെ വയസ്സിൽ തുടങ്ങിയ സ്വപ്നം 21-ാമത്തെ വയസ്സിൽ സഫലമാകാൻ പോവുകയാണ്. US-ലേക്ക് ക്ഷണം വന്നിരിക്കുന്നു. കേണൽ ഷസ്റ്റർ താങ്കളെ കാണാൻ ആ ഹോട്ടലിലെത്തും. അവിടെ വെയിറ്റ് ചെയ്യുക. കുറച്ച് കഴിഞ്ഞപ്പോൾ കേണൽ ഷസ്റ്റർ വന്നു. അദ്ദേഹം US ആർമിയിൽ കേണലായി വർക്ക് ചെയ്തിരുന്ന ആളാണ്. റിട്ടയർ ആയതിനു ശേഷം ജോ വീണറുടെ ഒരു മാർക്കറ്റിംഗ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ ലോകത്തിൻ്റെ പല സ്ഥലത്തും ഓഫീസുകളുണ്ട്, ബിസിനസ്സുണ്ട്. അങ്ങനെ ഇപ്പോൾ ലണ്ടനിൽ വന്നിരിക്കുകയാണ്. അദ്ദേഹം എയർ ടിക്കറ്റ് അർണോട്ടിനെ ഏൽപ്പിച്ചു, ഏകദേശം 10 ദിവസം കഴിഞ്ഞൊരു ഡേറ്റിൽ. അപ്പോൾ അദ്ദേഹം ചോദിച്ചത് നമുക്ക് ഇത്ര ഡിലേ? അപ്പോൾ ഷസ്റ്റർ പറഞ്ഞു, ഇത്രയും കാലം താങ്കൾ യാത്ര ചെയ്ത പോലെയല്ല US-ലേക്കുള്ള യാത്ര. അതായത് യൂറോപ്യൻ കൺട്രീസിലൊക്കെ പല രാജ്യങ്ങളിലും പരസ്പരം കടന്നു പോകുന്നതിന് വിസയുടെ ആവശ്യമില്ല. പിന്നെ ഒരു വിദേശയാത്ര അദ്ദേഹം നടത്തിയിട്ടുണ്ട്, ജോഹന്നാസ്ബർഗിലേക്ക്, റെക് പാർക്കിൻ്റെ ക്ഷണപ്രകാരം. അന്ന് സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്നത് ബ്രിട്ടൻ്റെ ഒരു കോളനിയാണ്. അതുകൊണ്ട് അങ്ങോട്ട് പോകാനും വിസയുടെ ആവശ്യമില്ല. പക്ഷേ US-ലോട്ട് പോകുമ്പോൾ അതല്ല അവസ്ഥ. അവിടെ വിസ ഇല്ലാതെ പോകാൻ പറ്റില്ല. അപ്പോൾ വിസ എടുക്കണം, അതിന് ടൈം വേണം. അതുകൊണ്ട് തൽക്കാലം 10 ദിവസം കഴിഞ്ഞേ യാത്രയുള്ളൂ. അതുവരെ താങ്കൾ ഈ ഹോട്ടലിൽ താമസിക്കേണ്ട, എൻ്റെ വീട്ടിൽ താമസിക്കാം എന്നായി ഷസ്റ്റർ. അങ്ങനെ ഷസ്റ്ററുടെ വീട്ടിലെത്തി. ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വിസ കിട്ടി. വീണ്ടും 2 ദിവസം കഴിഞ്ഞ് അദ്ദേഹം US-ലേക്ക് പ്ലെയിൻ കയറി. ഫ്ലൈറ്റിൻ്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ന്യൂയോർക്കാണ്. അവിടെ നിന്ന് പിന്നെ അടുത്ത ഫ്ലൈറ്റ് കയറി മിയാമി എന്ന സിറ്റിയിലെത്തണം. അവിടെ ആ സമയത്ത് മിസ്റ്റർ യൂണിവേഴ്സ് കോമ്പറ്റീഷൻ നടക്കുകയാണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് സംശയം തോന്നാം, എന്ത് ഈ മിസ്റ്റർ യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷൻ ഇവിടെ ഒന്ന് കഴിഞ്ഞല്ലേ ഉള്ളൂ, ഇനി എന്താ അവിടെ നിന്ന്? അതായത് യൂണിവേഴ്സിറ്റിൻ്റെ പല ഭാഗത്തും പല അസോസിയേഷൻസ് നടത്തുന്നുണ്ട്. പല രാജ്യങ്ങളിൽ ചേർന്നുള്ള അസോസിയേഷൻ ഉണ്ട്, യൂറോപ്പിലുള്ള അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ അവർക്കൊരു മിസ്റ്റർ യൂണിവേഴ്സ് ഉണ്ട്. US-ൽ വേറൊന്നുണ്ട്. US-ൽ മിസ്റ്റർ യൂണിവേഴ്സും ഉണ്ട്, വേറൊരു ഫെഡറേഷൻ്റെ വക മിസ്റ്റർ വേൾഡും ഉണ്ട്. യൂറോപ്പിൽ തന്നെ സോവിയറ്റ് യൂണിയൻ്റെ കൂടെയുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾക്ക് വേറൊരു മിസ്റ്റർ വേൾഡ് ഉണ്ട്. അങ്ങനെ പലതരം ലോകങ്ങളാണ് ഈ ഒരു ലോകത്ത് തന്നെ ഉള്ളത്, ബോഡി ബിൽഡിങ്ങിൻ്റെയും അതുപോലെ വെയിറ്റ് ലിഫ്റ്റിങ്ങിൻ്റെയും കാര്യത്തിൽ. ഈ ജോ വീഡർ എന്ന മനുഷ്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹം ബോഡി ബിൽഡിംഗ് എന്ന സ്പോർട്സ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി വളരെയധികം കഷ്ടതകൾ അനുഭവിച്ച ഒരു മനുഷ്യനാണ്. കാനഡയിലാണ് ജനനം. പിന്നെ US-ലേക്ക് വന്നു. അവിടെ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ സ്പോർട്സ് ഡെവലപ്പ് ചെയ്തെടുത്തു. അതിനുവേണ്ടി ജിംനേഷ്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, മാഗസിൻസ് പബ്ലിഷ് ചെയ്തു. ഒപ്പം തന്നെ ഒരു കാര്യമുണ്ടായി, ഈ സ്പോർട്സ് ഡെവലപ്പ് ചെയ്തതിനൊപ്പം അദ്ദേഹവും നല്ലൊരു നിലയിലെത്തി. ആ സമയത്ത് അവിടെ നടക്കുന്ന മിസ്റ്റർ യൂണിവേഴ്സ് കോമ്പറ്റീഷനിൽ അർണോൾഡിനെ പങ്കെടുപ്പിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ക്ഷണിച്ചു വരുത്തുമ്പോൾ ഇദ്ദേഹത്തിനുണ്ട്. കൂട്ടത്തിൽ പറയാൻ പറ്റുപോയി, ഈ ജോ വീഡറുടെ ജീവിതകഥ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു ഇംഗ്ലീഷ് സിനിമയുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം, എല്ലാവരും കാണുക. മിയാമിയിലെത്തി. അടുത്ത ദിവസം മിസ്റ്റർ യൂണിവേഴ്സ് കോമ്പറ്റീഷൻ.
അവിടെ പങ്കെടുത്ത അദ്ദേഹം റണ്ണറപ്പായി പോയി. വിജയിച്ചത് വെറും 5 അടി 7 ഇഞ്ച് മാത്രം പൊക്കമുള്ള ഇദ്ദേഹത്തെക്കാൾ വളരെ ചെറിയ ഒരു മനുഷ്യൻ, ഫ്രാങ്ക് സെയിൻ. പറ്റിയെന്താന്ന് വെച്ചാൽ ഒരു 10-12 ദിവസമായിട്ടുള്ള പ്രാക്ടീസ് ഇല്ല. കഴിഞ്ഞ മിസ്റ്റർ യൂണിവേഴ്സ് കോമ്പറ്റീഷൻ കഴിഞ്ഞാൽ പിന്നെ ഷസ്റ്ററുടെ വീട്ടിലും ഹോട്ടലിലും ഒക്കെ ആയിരുന്നല്ലോ, ഇവിടെ ഒന്നും പ്രാക്ടീസ് നടന്നിട്ടില്ല. ഈ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കുമ്പോൾ അതിനനുസരിച്ച് ഡെയിലി പ്രാക്ടീസ് നടത്തണം. അല്ലാതെ ഞാൻ അന്ന് നേടിയതാണ്, ഇനി അടുത്ത് അങ്ങോട്ട് പോയി നേടാം എന്നൊന്നും പറഞ്ഞു പോയി നടക്കില്ല. ഇതൊക്കെ നല്ല ഹാർഡ് വർക്ക് ചെയ്ത് മാത്രമാണ് നേടാൻ പറ്റുക. അപ്പോൾ അതിനുള്ള പ്രത്യേകിച്ച് ഒരു പ്രാക്ടീസും ചെയ്തില്ല. ആ സമയത്തിരുന്ന് അദ്ദേഹം ആലോചിച്ചു, അപ്പം എനിക്ക് ജിമ്മിന് പോകാൻ പറ്റിയില്ല. കോമ്പറ്റീഷനിൽ തോറ്റു കഴിഞ്ഞ് വരുന്ന ആലോചനകളാണ്. പക്ഷേ ആ വീട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഫ്രീ വെയിറ്റ് എക്സസൈസുകളൊക്കെ ചെയ്യാമായിരുന്നു. പണ്ട് താൽശ്രീ ലേക്കിൻ്റെ കരയിൽ ചെയ്ത വർക്കൗട്ടുകളെല്ലാം ആ സമയത്ത് ചെയ്യാം. ജിമ്മില്ലാത്തതേ ഉള്ളൂ, സ്വന്തം ശരീരം അവിടെ ഉണ്ട്. പുഷപ്പ് എടുക്കാം, ഫ്രീ സ്ക്വാറ്റ് എടുക്കാം, അബ്ഡോമിൻ എക്സസൈസുകൾ എടുക്കാം. ഒന്നും ചെയ്തില്ല. കുറച്ച് ദിവസം ഒന്ന് റിലാക്സ് ചെയ്തു. അതിൻ്റെ ഫലമാണ് ഇവിടെ റണ്ണറപ്പായി പോയത്. അങ്ങനെ വളരെ നിരാശയോടെ ജോ വീടിൻ്റെ അടുത്ത് കൊടുത്തിരിക്കുന്ന ഹോട്ടൽ റൂമിൽ പോയി കിടന്നു. രാത്രി മുഴുവൻ നല്ല ഗംഭീരമായിട്ട് കരഞ്ഞു. കാരണം ഒരു തോൽവി താങ്ങാനുള്ളൊരു കപ്പ, കാരണം ജയിച്ച് ശീലിച്ച ഒരാൾ തോൽക്കുമ്പോൾ ആ തോൽവി ചിലപ്പോൾ താങ്ങാൻ പറ്റില്ല. ഫോൺ ബില്ല് അടിക്കുന്ന കേട്ട് ഉണർന്നു. ഫോൺ എടുത്തു. ജോ വീഡറാണ്. അർണോൾഡ്, നീ താഴെ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തേക്ക് വാ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാം, എനിക്ക് കുറെ സംസാരിക്കാനുണ്ട്. അങ്ങനെ അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി താഴെ എത്തി. ബ്രേക്ക്ഫാസ്റ്റ് ആയി കഴിഞ്ഞു. അവരിരുന്നു. ജോ വീഡർ അദ്ദേഹത്തിനോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം തൊട്ടുള്ള ചരിത്രവും അതേപോലെ ഈ ബോഡി ബിൽഡിങ്ങിൽ അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലമുള്ള രീതികളും ട്രെയിനിങ് മെത്തേഡ്സും അങ്ങനെ പല കാര്യങ്ങൾ ചോദിച്ചു. അത് വളരെ മെല്ലെ മുന്നോട്ട് നോക്കിയുള്ളൂ. കാരണം അദ്ദേഹം തപ്പിത്തടഞ്ഞാണ് ഇംഗ്ലീഷ് പറയുക. അതുകൊണ്ട് വളരെ ഒരു സ്ലോ പ്രോസസ്സായിരുന്നു. കുറേ നേരം അവരിന്ന് അങ്ങനെ സംസാരിച്ചു. കാര്യമായിട്ടൊന്നും പറഞ്ഞില്ലെങ്കിൽ സമയം കുറേ എടുത്തു സംസാരിക്കാൻ. അത് കഴിഞ്ഞ് ജോ വീഡർ പറഞ്ഞു, തനിക്ക് ഞാൻ ഒരു വീടെടുത്ത് തരും, മാസം ചെലവിനുള്ള തുകയും തരും, ഒരു കാറും തരും. പിന്നെ ജിംനേഷ്യത്തിൽ ഡെയിലി 5 മണിക്കൂർ തുടർച്ചയായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അതിൽ എൻ്റെ നിർദ്ദേശങ്ങളും ഉണ്ടാവും, കൂടുതൽ ഡെവലപ്പ് ചെയ്യാനുള്ള നിർദ്ദേശങ്ങളും. അതുപോലെ നന്നായിട്ട് പോസ് ചെയ്യാനുള്ള ട്രെയിനിങ്ങിന് ഒരാളെ ഞാൻ റെഡിയാക്കി തരാം. അപ്പോൾ അർണോൾഡ് ആലോചിച്ച്, ഇത്രയും ഒരു മനുഷ്യൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും തിരിച്ച് അങ്ങോട്ട് ചെയ്ത് കൊടുക്കണ്ടേ? അതിന് ജോ വീഡർ തന്നെ സൊല്യൂഷൻ പറഞ്ഞു, താൻ ചെയ്യേണ്ടത് എൻ്റെ മാഗസിൻസിൽ പോസ്റ്റ് ചെയ്യണം. എൻ്റെ മാഗസിൻസിൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയും അതിൽ വരുന്ന പല ബോഡി ബിൽഡിങ് നല്ല ബോഡിയുള്ള ആൾക്കാരുടെ കൂട്ടത്തിലും തൻ്റെ ഫോട്ടോകൾ തരിക. അപ്പോൾ ആ ഫോട്ടോയുടെ പ്രതിഫലമായിട്ട് കണക്കാക്കിയാൽ മതി ഇതൊക്കെ. അതും വളരെ ജനറസ് ആയിട്ടുള്ള ഒരു ഓഫറാണ്. ഏതായാലും ഇദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ അങ്ങനെ പല ആൾക്കാരും, ഈ പറഞ്ഞ ബ്രിട്ടനിലെ വാൻ ബെന്നറ്റ് മുതൽ ഈ ജോ വീഡർ വരെ പല ആൾക്കാരും ഇദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ അദ്ദേഹത്തെ നല്ലതുപോലെ സഹായിച്ചു. അത് സഹായിക്കാനുള്ള കാരണം ഇത് തന്നെയാണ്. അദ്ദേഹത്തെ സഹായിച്ചാൽ അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവും എന്നവർക്ക് മനസ്സിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബോഡി കണ്ടാൽ അറിയായിരുന്നു, ഇവനെ ഹെൽപ്പ് ചെയ്താൽ അതുകൊണ്ട് നാളെ ഒരു റിസൾട്ട് ഉണ്ടാവും. നമ്മുടെ നാട്ടിലൊക്കെ പറയില്ലേ, പാത്രം പറഞ്ഞ് ദാനം ചെയ്യാന്ന് പറയുമല്ലോ. നല്ലവനെ സഹായിച്ചിട്ടേ കാര്യമുള്ളൂ, കഴിവുള്ളവനെ സഹായിച്ചിട്ടേ കാര്യമുള്ളൂ. അല്ലാത്തവനെ സഹായിക്കുന്നവൻ്റെ കാര്യം പോക്കാം, മറ്റവൻ്റെ കാര്യം പോക്കാം. രണ്ടുപേർക്കും പ്രത്യേകിച്ചൊരു ഗുണമില്ല. ഏതായാലും ഈ സഹായങ്ങളെല്ലാം അർണോൾഡിൻ്റെ ഭാവി ജീവിതത്തിന് വളരെയധികം ഉപകാരപ്പെട്ടു. പിന്നെ പറയാനുള്ളൊരു കാര്യം, ഈ ജോ വീഡറുടെ നേതൃത്വത്തിൽ ഉയർന്നു വന്ന ഒരു ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനാണ് മിസ്റ്റർ ഒളിമ്പിയ. അതായത് അവിടെ പങ്കെടുക്കണമെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഒരുപാട് മിസ്റ്റർ വേൾഡും ഒരുപാട് മിസ്റ്റർ യൂണിവേഴ്സും ഒക്കെ ഉണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ട്. അവിടെ ഏതെങ്കിലും ഒരു ടൈറ്റിൽ നേടിയ ആൾക്കാർക്ക് മാത്രമേ ഇവിടെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഏതെങ്കിലും മിസ്റ്റർ വേൾഡോ ഏതെങ്കിലും മിസ്റ്റർ യൂണിവേഴ്സോ ജയിച്ചവർക്ക് മാത്രമേ മിസ്റ്റർ ഒളിമ്പിയ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. സോ ഈ മിസ്റ്റർ ഒളിമ്പിയ കോമ്പറ്റീഷനിൽ ജയിക്കുന്ന ആളുടെ കാര്യത്തിൽ ഉറപ്പിക്കാം, അയാളാണ് വേൾഡിലെ ഏറ്റവും വലിയ
ഏറ്റവും നല്ല ബോഡി ബിൽഡർ എന്ന് ഉറപ്പിക്കാം. ആ വർഷം, ഇദ്ദേഹം ചെന്ന വർഷം തുടർച്ചയായ 2ാം തവണ മിസ്റ്റർ ഒളിമ്പ്യ ഒരു വ്യക്തിയുണ്ട്. 1968 സെർജിയോ ഒലിവിയ. അദ്ദേഹത്തെയും ആ ഹോട്ടലിൽ വെച്ച് ജോഗേട്ടർ പരിചയപ്പെടുത്തി. സെർജിയോ വളരെ ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, ഇവൻ ഭാവിയിൽ എനിക്കൊരു ഭീഷണിയാവും. ശരിക്കും അതൊരു കോംപ്ലിമെൻ്റാണ്. സെർജിയോ പോലെ അത്രയും ഗ്രേറ്റ് ആയിട്ടുള്ളൊരു ബോഡി ബിൽഡർ പറയാണ്, ഇവൻ എനിക്ക് ഭീഷണിയാവും. അതായത് എന്നെക്കാൾ നല്ല ബോഡി ബിൽഡർ ആവുന്ന അദ്ദേഹം തന്നെ ഉദ്ദേശിക്കുകയാണല്ലോ. അത് അർണോൾഡിന് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു കോംപ്ലിമെൻ്റ് ആയിരുന്നു.